60 ഡേയ്സ് സ്റ്റഡി പ്ലാനിന്റെ 4ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ഒന്ന് കമന്റ് പറയാട്ടോ. അതായത് നിങ്ങൾ എത്രത്തോളം ആളുകൾ നമ്മളെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്ലാസ്സുകളൊന്നും പെൻഡിങ് ഇല്ലാതെ കറക്റ്റ് ആയിട്ട് പഠിച്ച് കാണുന്നുണ്ട്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവരും അതൊന്ന് കമന്റിലൂടെ പറയാം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഡേ 1 മുതൽ ഓർഡറിൽ പഠിച്ചു വരാട്ടോ, പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സിന്റെ PDF നോട്ട്സ്, അതായത് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു PDF നോട്ട് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പിലൂടെ PSC റെവല്യൂഷൻ എന്ന് പറയുന്ന ആപ്പിലൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിനൊരു പേയ്മെന്റ് വരുന്നുണ്ട്, 350 രൂപയാണ്. അതായത് വരാൻ പോകുന്ന VFA പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ബെവ്കോ LD പരീക്ഷയ്ക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് അതിലൂടെ ലഭ്യമാകുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സമയം കളയുന്നില്ല, ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനായിട്ട് ഇംഗ്ലീഷും മലയാളം അല്ലെ, ഇംഗ്ലീഷും മലയാളവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഇമേജ് തരാറുണ്ട്. അപ്പൊ അതെല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അതിന്റെ ക്ലാസ് ആയിട്ട് നമുക്ക് എടുക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. അതുപോലെ തന്നെ മാത്സിന്റെ ഓരോ ടോപ്പിക്സ്, അതായത് നമ്മൾ ടൈം ടേബിൾ തരുന്ന സമയത്ത് ഓരോ ടോപ്പിക്സും ഏതാണെന്ന് ഞാൻ ആദ്യം പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം ഒന്ന് പഠിച്ചു വരിക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുക്കാം. അപ്പൊ അതെല്ലാവരും എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ പഠിച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. നമുക്ക് ആ ക്ലാസ്സുകൾ എടുക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ബയോളജിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ പറയുന്ന പോലെ 3 ദിവസമായിട്ട് നമ്മളിപ്പോൾ ബയോളജിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 6 ദിവസം കഴിഞ്ഞാൽ ബയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിവിഷൻ എക്സാം ഉണ്ടാകുന്നതാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ ഒരു കാര്യം പോലും പെൻഡിങ് വെക്കാതെ കറക്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, അതായത് നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിലൂടെ പഠിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 അവയവങ്ങളായിട്ടുള്ള കണ്ണ്, അതുപോലെ തന്നെ ചെവി, ആ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. അപ്പം ആദ്യമായിട്ട് അല്ലെങ്കിൽ ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, PSC ലോട്ടൊക്കെ ഇറങ്ങിയ ആളുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചിലപ്പം പല ടേംസുകളൊക്കെ പറയുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 15-20 മിനിറ്റ് മാത്രം ക്ലാസ് കാണുക. എന്നിട്ട് അത്രയും എടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്വയം പറഞ്ഞു പഠിക്കുക. ഓക്കെ, എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പഠിച്ച് എന്ന് ഉറപ്പാക്കിയ ശേഷം എന്ത് ചെയ്യുക, ബാക്കി ക്ലാസ് കാണുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മടുപ്പില്ലാതെ ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഷോർട്ട് നോട്ട് കയ്യിൽ ഉണ്ടാവണം. അവിടെ ഞാൻ ഈ പറയുന്ന പോലെ ഓരോരോ ടേംസുകൾ, വർഷങ്ങളായിട്ടും ആളുകളുടെ പേരായിട്ടും അങ്ങനെ ചില ചില കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് വരുന്ന ദിവസങ്ങളിൽ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇത് മാത്രമായിട്ട് റിവിഷൻ ചെയ്ത് പോവുക. അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ള പേരുകളാണെങ്കിലും വർഷങ്ങളാണെങ്കിലും ഒക്കെ ഡെയിലി ഇങ്ങനെ റിവൈസ് ചെയ്യുന്നതിലൂടെ അതങ്ങ് പരീക്ഷ ആകുമ്പോഴേക്കും അങ്ങനെ മനസ്സിൽ പതിഞ്ഞോളൂ കേട്ടോ. അപ്പൊ ആ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ഒരു രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുമ്പം എന്തൊക്കെ ഭാഗങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്, എന്തൊക്കെയാണ്? വേറെ ഒന്നുമല്ല, നമ്മുടെ രക്തം വരുന്നുണ്ട്, അതുപോലെ തന്നെ രക്തക്കുഴലുകൾ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഹൃദയം. ഇതെല്ലാം കൂടി ചേരുന്ന ആ ഒരു സംവിധാനത്തെയാണ് എന്തെന്ന് പറയുന്നത്, രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് രക്തപര്യന വ്യവസ്ഥ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, എന്തൊക്കെയാണ്? രക്തവും രക്തക്കുഴലുകളും അതുപോലെ തന്നെ ഹൃദയവും ഇതെല്ലാം കൂടി ചേരുന്ന ആ ഒരു സംവിധാനത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്, രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. അല്ലെ, ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, അതായത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള രക്തം നമ്മുടെ എങ്ങോട്ടേക്കാണ് വരുന്നത്, ഹൃദയത്തിലോട്ടേക്കും, അതുപോലെ തന്നെ ഹൃദയത്തിലോട്ടേക്കല്ല, ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള രക്തം നമ്മുടെ ശരീരത്തിന്റെ വിവിധ അവയവങ്ങളിലോട്ടേക്കും, അവിടുന്ന് തിരിച്ച് അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള അശുദ്ധ രക്തം നമ്മുടെ ഹൃദയത്തിലോട്ടേക്കൊക്കെ എത്തുന്നത് ഏത് സംവിധാനത്തിന്റെ വഴിയിലൂടെയാണ്, ഈ പറയുന്ന രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിലൂടെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി നമ്മുടെ രക്തവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ രക്തത്തിന്റെ നിറം എന്ന് പറയുന്നത് എന്താണ് റെഡ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ രക്തത്തിന് ഈ പറയുന്ന ചുവപ്പ് നിറം കൊടുക്കുന്ന കാരണമായിട്ടുള്ള വർണ്ണകം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് ഹീമോഗ്ലോബിൻ ആണ്. ഏതാണ്? ഹീമോഗ്ലോബിന്. അപ്പൊ രക്തത്തിന്റെ ആ ചുവപ്പ് നിറത്തിന് കാരണമായിട്ടുള്ള വർണ്ണ വസ്തു ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ഹീമോഗ്ലോബിന്. പഠിച്ചു വെച്ചേക്കണേ, അറിയാത്തവരാണെങ്കിൽ പഠിച്ചു വെച്ചേക്കണം. രക്തത്തിലെ ആ ചുവന്ന നിറത്തിന് കാരണമായിട്ടുള്ള വർണ്ണകം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ഹീമോഗ്ലോബിൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഹീമോഗ്ലോബിനിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതേതാണ്, ഇരുമ്പും പ്രോട്ടീനുമാണ്. ഓക്കെ, അതായത് നമ്മുടെ ഹീമോഗ്ലോബിനിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇരുമ്പും പ്രോട്ടീനും.
ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? രക്തപര്യന വ്യവസ്ഥയെ പറ്റി പറഞ്ഞു അല്ലെ? രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുമ്പം രക്തവും രക്തക്കുഴലുകളും ഹൃദയവും ഇതെല്ലാം കൂടി ചേരുന്നതിനെയാണ് രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു രക്തവുമായി ബന്ധപ്പെട്ട് അതിന്റെ ആ ഒരു നിറത്തിന് അല്ലെ, നിറം എന്ന് പറയുമ്പോൾ റെഡ് കളറാണ്. ആ ചുവന്ന നിറത്തിന് കാരണമായിട്ടുള്ള വർണ്ണകം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ ആണ് അതിലെ ആ വർണ്ണവസ്തു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഹീമോഗ്ലോബിനിലെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് എന്തൊക്കെയാണ്? ഇരുമ്പും അതുപോലെ തന്നെ പ്രോട്ടീനുമാണ്. ഇതുവരെ ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് നമ്മുടെ രക്തവുമായി ബന്ധപ്പെട്ട രക്തത്തിന്റെ ഘടന നോക്കാൻ പോവാണ് കേട്ടോ. രക്തത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രക്തത്തെ രണ്ട് രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതായത് രക്തത്തിനുള്ളിലുള്ള ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതായത് രക്തം എന്ന് പറയുമ്പോൾ അതിൽ പ്ലാസ്മയും അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ രക്തകോശങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതായത് രക്തത്തില് 55% എന്താണ് കാണപ്പെടുന്നത്? പ്ലാസ്മയായിട്ടാണ് കാണപ്പെടുന്നത്. ബാക്കി വരുന്ന 45% എന്ത്? രക്തകോശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കുക. രക്തം എന്ന് പറയുമ്പോൾ അവിടെ രക്തകോശങ്ങൾ മാത്രമല്ല ഉള്ളത്. 55%-ഓളം എന്താണ് കാണപ്പെടുന്നത്? പ്ലാസ്മയാണ് അല്ലെ? പ്ലാസ്മ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ രക്തത്തിൽ കാണപ്പെടുന്ന ആ ഒരു ഇളം മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന ആ ഒരു ദ്രാവക രൂപം, അതാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രക്തത്തില് 55% എന്താണ്? പ്ലാസ്മയാണ്. ബാക്കി വരുന്ന 45% എന്ത്? രക്തകോശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പ്ലാസ്മയെ മാത്രം ഇങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്ലാസ്മയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കാം. അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? ജലമാണ്. അതായത് പ്ലാസ്മ എന്ന് പറയുമ്പോൾ അതിലെ 90% കൂടുതലും എന്ത് തന്നെയാണ്? ജലമാണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ കുറച്ച് പ്രോട്ടീനുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് രക്തത്തിലെ പ്ലാസ്മയിൽ കുറച്ച് പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട്. ആ പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തേതാണ് ആൽബുമിന്, രണ്ടാമത്തേതാണ് ഗ്ലോബുലിന്, മറ്റേത് ഏതാണ്? ഫൈബ്രിനോജൻ. ഓക്കെ, അപ്പൊ പരീക്ഷയിൽ ചോദിക്കാറുണ്ട് രക്തത്തിൽ അടങ്ങിയിട്ടുള്ള പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷനിൽ കൊടുക്കും. ആൽബുമിന്, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, പിന്നെ വേറെ ഏതെങ്കിലും ഒന്ന് കൊടുക്കും. അപ്പൊ മനസ്സിലാക്കി വെക്കുക, ആൽബുമിനും ഗ്ലോബുലിനും അതുപോലെ തന്നെ ഫൈബ്രിനോജനും ഇതൊക്കെ എന്താണ്? രക്തത്തിൽ അടങ്ങിയിട്ടുള്ള പ്ലാസ്മ പ്രോട്ടീനുകളാണ്. പിന്നെ ബാക്കിയുള്ള കുറച്ച് ഘടകങ്ങളൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് പ്ലാസ്മയുടെ ഒരു ഘടന എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് രക്തം എടുത്തു കഴിഞ്ഞാൽ അതില് 55% പ്ലാസ്മയാണ്. ഈ പ്ലാസ്മ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ജലമുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പ്രോട്ടീനുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ ജലം എന്ന് പറയുമ്പോൾ പ്ലാസ്മയിലെ 90%-നും കൂടുതൽ എന്താണ്? ജലമാണ് കാണപ്പെടുന്നത്. പിന്നെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് എന്ത്? പ്രോട്ടീൻ ആയിട്ടുള്ളത്. ആ പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഏതൊക്കെയാണ്? ആൽബുമിന്, ഗ്ലോബുലിന്, ഫൈബ്രിനോജൻ. പഠിച്ചു വെച്ചേ, ആൽബുമിന്, ഗ്ലോബുലിന്, ഫൈബ്രിനോജൻ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ രക്തകോശങ്ങളിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു രക്തത്തില് 45% എന്താണ്? രക്തകോശങ്ങളാണ്. ഈ രക്തകോശങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ഏതൊക്കെയാണ് അല്ലെ? RBC, WBC, പ്ലേറ്റ്ലെറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? RBC, WBC പ്ലേറ്റ്ലെറ്റുകൾ അഥവാ ചുവന്ന രക്തകോശങ്ങൾ. ചുവന്ന രക്തകോശങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? RBC, റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെളുത്ത കോശങ്ങൾ അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയും, അല്ലെങ്കിൽ ശ്വേത രക്താണുക്കൾ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ മറ്റൊന്നാണ് പ്ലേറ്റ്ലെറ്റുകൾ. അപ്പൊ ഇതൊക്കെ എന്താണ്? രക്തകോശങ്ങളാണ്. അപ്പൊ രക്തകോശങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? ചുവന്ന രക്തകോശങ്ങൾ അഥവാ നമ്മൾ അതിനെ എന്താ വിളിക്കുക? RBC എന്ന് വിളിക്കും, അല്ലെങ്കിൽ വേറൊരു പേരും ഉണ്ട്, അരുണ രക്താണുക്കൾ. അരുണ രക്താണുക്കൾ എന്നും പറയും. ഓക്കെ, ഇതൊക്കെ എന്താണ്? രക്തകോശങ്ങളാണ്. അരുണ രക്താണുക്കൾ. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊന്നാണ് വെളുത്ത രക്തകോശങ്ങൾ അഥവാ WBC എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു പേര് വിളിക്കും. ഏതാണത്? ശ്വേത രക്താണുക്കൾ. ശ്വേത രക്താണുക്കൾ. ഓക്കെ, ശ്വേത രക്താണുക്കൾ. പിന്നെ then last one പ്ലേറ്റ്ലെറ്റുകളാണ്. അപ്പൊ ഇതാണ് 3 തരത്തിലുള്ള രക്തകോശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇതിനൊന്നും കൂടി ഒന്ന് ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് പോവാണ് കേട്ടോ. അവിടെ നമ്മൾ നോക്കാം, പ്ലാസ്മയെ പറ്റിയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലെ? പ്ലാസ്മ എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? രക്തത്തില് 55% എന്താണ്? പ്ലാസ്മയായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പ്ലാസ്മ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അതില് ജലം അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീനുകൾ ഉണ്ട്, പിന്നെ കുറച്ച് ബാക്കിയുള്ള കുറച്ച് ഘടകങ്ങൾ അതില് എന്താണ്? ലവണങ്ങളും കൊഴുപ്പും അങ്ങനെയുള്ള യൂറിയ, പഞ്ചസാര, അങ്ങനെയുള്ള കുറച്ച് ഘടകങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നതാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പൊ പ്ലാസ്മയിൽ എത്രയാണ്? 90 മുതൽ 92% വരെ എന്താണ്? ജലമാണുള്ളത്. പിന്നെ ഒരു 7 മുതൽ 8% വരെയാണ് എന്ത് അടങ്ങിയിട്ടുള്ളത്? പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുള്ളത്. അതില് പ്രോട്ടീൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏതൊക്കെയാണ്? ആൽബുമിനും, ഗ്ലോബുലിനും, ഫൈബ്രിനോജനും ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്,
ഈ പറയുന്ന രക്തത്തിലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണത്? അതാണ് ആൽബുമിൻ എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്ക, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ, അങ്ങനെ തന്നെയായിരിക്കും ചോദിക്കാം. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? ആൽബുമിൻ ആണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? അത് ഗ്ലോബുലിൻ ആണ്. എന്താ ചോദ്യം? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? ഗ്ലോബുലിൻ ആണ്. അതുപോലെ തന്നെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? ഫൈബ്രിനോജൻ ആണ്. ഇത് പല ആളുകളും തെറ്റിക്കാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ പരീക്ഷയിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് എന്ന് ചോദിച്ചുകൊണ്ട് ഓപ്ഷനിൽ ചിലപ്പം പ്ലേറ്റ്ലെറ്റുകളും കാണും, അതുപോലെ തന്നെ ഫൈബ്രിനോജനും കാണും. പക്ഷെ നമ്മൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വരാറുണ്ട് അല്ലെ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ മനസ്സിലാക്കുക, അതെന്താണ്? രക്തകോശമാണ്. എന്നാൽ ചോദ്യം ഇങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? അത് ഫൈബ്രിനോജൻ ആണ്. കാരണം ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്മയിലെ ഒരു പ്രോട്ടീൻ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ പറഞ്ഞേ, ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ പ്ലാസ്മ പ്രോട്ടീനുകൾ? ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ. ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് തവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത്. അപ്പൊ പഠിച്ചു വെച്ചേക്കണം. അതില് രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നത് ആരാണ്? അത് ആൽബുമിൻ ആണ്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നതോ? അത് ഗ്ലോബുലിൻ ആണ്. എന്നാൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ആരാണ്? അതാണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെച്ചേക്കുക. ഇനി ഇവിടെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ രക്തത്തിലുള്ള പ്ലാസ്മയെ പറ്റിയിട്ടും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റുകൾ, വെളുത്ത രക്തകോശം, ചുവന്ന രക്തകോശം, അതായത് രക്തത്തിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഘടകങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പ്ലാസ്മ എന്ന് പറയുമ്പോൾ രക്തത്തിലുള്ള ദ്രാവക ഭാഗമാണ്. അതിന്റെ നിറം ചോദിച്ചു കഴിഞ്ഞാൽ ഇളം മഞ്ഞ നിറമാണ് കേട്ടോ. നമ്മുടെ രക്തത്തിൽ കാണപ്പെടുന്ന ഇളം മഞ്ഞ നിറത്തോട് കൂടിയിട്ടുള്ള ദ്രാവക ഭാഗമാണ് എന്ത്? പ്ലാസ്മ എന്ന് പറയുന്നത്. ഇത് എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസിന് കോശങ്ങളിലൊക്കെ എത്തിക്കുന്നത് ആരാണ്? ഈ പ്ലാസ്മയാണ് കേട്ടോ. അപ്പം ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ, രക്തത്തിലുള്ള ഏത് ഘടകമാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പ്ലാസ്മയാണെന്ന് ഓർത്തു വെച്ചേക്കുക. അതുപോലെ തന്നെ രക്തകോശങ്ങളിൽ വരുന്ന പ്ലേറ്റ്ലെറ്റുകൾ, നമുക്കറിയാം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് ഏത്? പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് വെളുത്ത രക്തകോശങ്ങൾ അല്ലെ. വെളുത്ത രക്തകോശങ്ങളെ നമ്മൾ എന്താ വിളിച്ചത്? വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ ശ്വേത രക്താണുക്കൾ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആകൃതി ഒന്നും ഇല്ല കേട്ടോ. ഈ പറയുന്ന ശ്വേത രക്താണുക്കൾ അല്ലെങ്കിൽ വെളുത്ത രക്തകോശങ്ങൾക്ക് എന്തില്ല? പ്രത്യേകിച്ച് ഒരു ആകൃതി ഒന്നുമില്ല. ഇതിന് മർമ്മമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തുണ്ട്? മർമ്മമുണ്ട്. ഓർത്തു വെച്ചേക്കാം, വെളുത്ത രക്തകോശത്തിന് എന്തുണ്ട്? മർമ്മമുണ്ട്. അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ചുവന്ന രക്തകോശത്തിന് എന്തില്ല? മർമ്മമില്ല. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് ഓർത്തു വെച്ചേക്കാം. വെളുത്ത രക്തകോശത്തിന് ആകൃതി ഒന്നും ഇല്ലെങ്കിലും എന്തുണ്ട്? മർമ്മമുണ്ട് എന്ന് ഓർത്തു വെക്കാം. അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രധാന ഡ്യൂട്ടി എന്താണ്? രോഗപ്രതിരോധ ശേഷിക്ക് അല്ലെ, രോഗപ്രതിരോധ ശേഷിയായിട്ട് നിലനിൽക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ അതുകൊണ്ടാണ് രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? വെളുത്ത രക്തകോശങ്ങളാണ്, അല്ലെങ്കിൽ ശ്വേത രക്താണുക്കളാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി നമ്മൾ അടുത്തത് ചുവന്ന രക്തകോശത്തെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിനൊരു ആകൃതി ചോദിച്ചാൽ ഇതിന്റെ ആകൃതി എങ്ങനത്തെയാണ്? ഡിസ്കിന്റെ ആകൃതിയാണ്. ഓക്കെ, ഓർത്തു വെച്ചേക്ക. വെളുത്ത രക്തകോശത്തിന് എന്തില്ല? ആകൃതി ഒന്നും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. വെളുത്ത രക്തകോശത്തിന് ആകൃതി ഇല്ല, പക്ഷെ അതിന് മർമ്മം ഒക്കെ ഉണ്ട്. എന്നാൽ ചുവന്ന രക്തകോശത്തിന് അഥവാ നമ്മുടെ അരുണ രക്താണുക്കൾക്ക് ആകൃതിയൊക്കെ ഉണ്ട്. ഇതിന്റെ ആകൃതി എന്താണെന്ന് ചോദിച്ചാൽ അത് എന്താണ്? ഡിസ്കിന്റെ ആകൃതിയാണ് കേട്ടോ. ഒരു ഡിസ്കിന്റെ ആകൃതിയാണ് ആർക്കുള്ളത്? ചുവന്ന രക്തകോശങ്ങൾക്കുള്ളത്. ഇനി ഇതിന് എന്തില്ല? മർമ്മമില്ല എന്ന കാര്യം അവിടെ ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ മർമ്മമില്ലാത്ത രക്തകോശം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണത്? ചുവന്ന രക്തകോശമാണ്. അതുപോലെ തന്നെ ഇതിലാണ് എന്തടങ്ങിയിട്ടുള്ളത്? ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ളത്. അതായത് നമ്മുടെ രക്തത്തിന് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവായിട്ടുള്ള ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ളത് ഏത് രക്തകോശത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അരുണ രക്താണുക്കളിലാണ്, അല്ലെങ്കിൽ ചുവന്ന രക്തകോശത്തിലാണ്. അതുപോലെ തന്നെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെയൊക്കെ വിനിമയം നടക്കുന്നത് ഏതിലൂടെയാണ്? ഈ പറയുന്ന ചുവന്ന രക്തകോശത്തിലൂടെയാണ്. ഓക്കെ, ഇതിന്റെ ഒരു ബേസിക് ഐഡിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെയുള്ള ബോക്സുകളിൽ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരാറുള്ളത്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. കാരണം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് രക്തത്തിലെ ഘടകങ്ങളെ പറ്റിയിട്ടാണ്. അവിടെ നമ്മൾ പറഞ്ഞു രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? പ്ലാസ്മയാണ്.
ഓക്കെ, അത് 55%, ബാക്കിയുള്ള 45% രക്തകോശങ്ങൾ എന്ന് പറയുന്നത്. ഇനി പ്ലാസ്മ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ് രക്തത്തിലെ ദ്രാവക ഭാഗമാണ് അല്ലെ. അതായത് അതിന്റെ നിറം നോക്കിക്കഴിഞ്ഞാൽ ഇളം മഞ്ഞ നിറമാണ്. അതുപോലെ തന്നെ ഗ്ലൂക്കോസിനെ കോശങ്ങളിലൊക്കെ എത്തിക്കുന്നത് ആരാണ്? ഈ പ്ലാസ്മ വഴിയാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുമ്പോൾ അതെന്താണ്? രക്തകോശമാണ്. അതിലെ പ്ലേറ്റ്ലെറ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെളുത്ത രക്തകോശങ്ങളെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഏത്? ശ്വേത രക്താണുക്കൾ. അതുപോലെ തന്നെ WBC, ഇതൊക്കെ എന്താണ്? വെളുത്ത രക്തകോശങ്ങളാണ്. ഇനി ഇതിന്റെ ഒരു ആകൃതി നോക്കിക്കഴിഞ്ഞാൽ ഇതിന് എന്തില്ല? പ്രത്യേകിച്ച് ഒരു ആകൃതി ഒന്നുമില്ല, പക്ഷെ മർമ്മമുണ്ട്. ഇനി ഇവരുടെ ഡ്യൂട്ടി തന്നെ എന്താണ്? രോഗപ്രതിരോധ സംവിധാനത്തിൽ നിലകൊള്ളുന്ന ആളുകളാണ് അല്ലെ. അതായത് രോഗാണുക്കളെ നശിപ്പിക്കലാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? വെളുത്ത രക്തകോശത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ചുവന്ന രക്തകോശങ്ങൾ അഥവാ അരുണ രക്താണുക്കളെ പറ്റി പറയുകയാണെങ്കിൽ അവയ്ക്ക് ആകൃതി നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഡിസ്കിന്റെ ആകൃതിയൊക്കെയാണ് ഉള്ളത്. പക്ഷെ ഇതിന് എന്തില്ല? മർമ്മമില്ല. അതുപോലെ തന്നെ നമ്മുടെ രക്തകോശത്തിലുള്ള ആ ഒരു ഇത് എന്താ പറയാ, നിറം കൊടുക്കുന്നത് അല്ലെ, അതായത് ആ റെഡ് കളർ കൊടുക്കുന്ന ഹീമോഗ്ലോബിൻ ഒക്കെ കാണപ്പെടുന്നത് ഈ പറഞ്ഞ ചുവന്ന രക്തകോശത്തിലാണ്. അതുപോലെ തന്നെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെയൊക്കെ വിനിമയം നടക്കുന്നതും ഈ പറയുന്ന ചുവന്ന രക്തകോശത്തിലാണ്. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളിപ്പോ പറഞ്ഞ ശ്വേത രക്താണുക്കൾ ഉണ്ടല്ലോ, നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിൽ നിൽക്കുന്ന ശ്വേത രക്താണുക്കൾ, അഥവാ നമ്മൾ മറ്റൊരു പേര് വിളിച്ചു എന്താണ്? വെളുത്ത രക്തകോശങ്ങൾ അഥവാ WBC എന്നൊക്കെ വിളിച്ചു അല്ലെ. അതുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യത്യസ്ത തരത്തിലുള്ള ശ്വേത രക്താണുക്കളെ പറ്റിയിട്ടാണ് നോക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ശ്വേത രക്താണുക്കൾ എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ആളാണ് ന്യൂട്രോഫിൽ, അടുത്ത ആളാണ് ബേസോഫിൽ, പിന്നെ ആരാണുള്ളത്? ഈസിനോഫിലും ഉണ്ട്. പിന്നെ ഒരേപോലെയുള്ള രണ്ടാളുകൾ മോണോസൈറ്റും ലിംഫോസൈറ്റും. ഈ 5 ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇതൊക്കെ എന്താണ്? ശ്വേത രക്താണുക്കളാണ്. നമ്മുടെ രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന രക്താണുക്കളാണ് ശ്വേത രക്താണുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ശ്വേത രക്താണുക്കള്? ന്യൂട്രോഫില്, ബേസോഫില്, ഈസിനോഫില്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഏതൊക്കെയാണ് പേരുകള്? ന്യൂട്രോഫില്, ബേസോഫില്, ഈസിനോഫില്, പിന്നെ ആരാ? ഒരേപോലെയുള്ള ആളുകള് മോണോസൈറ്റും ലിംഫോസൈറ്റും. ഇനി നമുക്ക് ഇവരുടെ ഒക്കെ പ്രവർത്തനങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് നോക്കാം. ന്യൂട്രോഫിലിനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ ന്യൂട്രോഫിലും അതുപോലെ തന്നെ മോണോസൈറ്റും ഏകദേശം ഒരേപോലെയാണ് കേട്ടോ. ന്യൂട്രോഫിലും മോണോസൈറ്റും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? ന്യൂട്രോഫിലിനും മോണോസൈറ്റിനും ഉള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് ഇവരൊക്കെ നിലകൊള്ളുന്നത്? രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന രോഗാണുക്കളെ നശിപ്പിക്കലാണ് ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഒരു രോഗാണുവിനെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? ന്യൂട്രോഫിലിനും മോണോസൈറ്റിനും ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി മറ്റൊരാളാണ് ബേസോഫിൽ. ബേസോഫിലിന്റെ ഡ്യൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് ശ്വേത രക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ബേസോഫിലിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. അവനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അവൻ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ള ശ്വേത രക്താണുക്കളെയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഉത്തേജിപ്പിക്കുന്നുണ്ട് അല്ലെ. ഒരു രോഗാണു വരുന്ന സമയത്ത് ബാക്കിയുള്ള രക്താണുക്കളെയൊക്കെ എന്ത് ചെയ്യാണ്? സജ്ജമാക്കിയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഒന്ന് ഉത്തേജിപ്പിക്കുന്നത് ആരാണ്? ബേസോഫിൽ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ ആ സമയത്ത് നമ്മുടെ രക്തക്കുഴലുകളൊക്കെ വികസിപ്പിക്കുന്നതും ആര് തന്നെയാണ്? ഈ പറയുന്ന ബേസോഫിലാണ്. അതുപോലെ തന്നെ മറ്റൊരാളുണ്ട് ഈസിനോഫിൽ. ഈസി ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുക. എന്താ ചെയ്യുന്നത്? അങ്ങനെ വലിയ ആക്രമണത്തിലോട്ടേക്കൊന്നും പോകില്ല. എന്താ ചെയ്യുക? അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇയാള് ആക്രമണത്തിനൊന്നും പോകുന്നില്ല. എന്താ ചെയ്യുന്നത്? രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാസവസ്തുക്കളെ ഉണ്ടാക്കലാണ് ആരുടെ ഡ്യൂട്ടി? ഈസിനോഫിലിന്റെ ഡ്യൂട്ടി അല്ലെ. ഈസി ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നതെന്ന് ആലോചിച്ചാൽ മതി. വിഴുങ്ങാനൊന്നും നിൽക്കണില്ല. ഇതിന് വേണ്ട രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാസവസ്തുക്കളെ ഉണ്ടാക്കലാണ് ആരുടെ ഡ്യൂട്ടി? ഈസിനോഫിലിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി വേറൊരാളുണ്ട് ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ് എന്താണ് ആളെന്ന് അറിയോ? അയാള് പ്രത്യേകം രോഗാണുക്കളെയൊക്കെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന ആളാണ്. ഓക്കെ, ലിംഫോസൈറ്റിലെ നിങ്ങൾക്ക് ലീന്റെ ഒരു ബ്രാൻഡ് ഷർട്ട് ഒക്കെ അറിയില്ലേ? അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് പ്രത്യേകം തിരിച്ചറിഞ്ഞിട്ട് അല്ലെ, നമ്മൾ ലീന്റെ ഷർട്ട് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ആളുകൾ തിരിച്ചറിയും അല്ലെ. അങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന ഡ്യൂട്ടിയാണ് ആര്? ലിംഫോസൈറ്റ്. എല്ലാരെയും അങ്ങനെ ഇങ്ങനെയൊന്നും ആക്രമിക്കൂല. രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? നശിപ്പിക്കുന്ന ഡ്യൂട്ടിയാണ് ആര്? ലിംഫോസൈറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ്.
അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്വേതരക്താണുക്കളെ പറ്റിയിട്ടാണ്. അപ്പം 5 തരത്തിലുള്ള ശ്വേതരക്താണുക്കളാണ് ഉള്ളത്. ഏതൊക്കെയായിരുന്നു അത്? ന്യൂട്രോഫിൽ ഉണ്ട്, ബേസോഫിൽ ഉണ്ട്, ഈസിനോഫിൽ ഉണ്ട്, മോണോസൈറ്റും ലിംഫോസൈറ്റും ഉണ്ട്. അവിടെ നമ്മൾ ആദ്യം തന്നെ ന്യൂട്രോഫിലിനെയും മോണോസൈറ്റിനെയും അങ്ങ് ഒരുമിച്ചെടുക്കാം. കാരണം എന്താ? ഇവർ ചെയ്യുന്നത് ഏകദേശം ഒരേ ഡ്യൂട്ടിയാണ്. എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലോട്ടേക്ക് വരുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കലാണ് ആരുടെ ഡ്യൂട്ടി? ന്യൂട്രോഫിലിന്റെയും മോണോസൈറ്റിന്റെയും ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ബേസോഫിൽ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ബേസോഫിൽ മറ്റ് ശ്വേതരക്താണുക്കളെയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഉത്തേജിപ്പിക്കുന്നുണ്ട്. നമ്മുടെ രക്തക്കുഴലുകളൊക്കെ വികസിപ്പിക്കുന്നുണ്ട്. ഈസിനോഫിൽ ആണെങ്കിൽ എന്താണ്? അയാൾ ഈസി ആയിട്ടുള്ള ജോലിയെ ചെയ്യുന്നത് അല്ലെ. അതായത് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന എന്താണ് രാസവസ്തുക്കളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഈസിനോഫിലാണ്. എന്നാൽ പ്രത്യേകം രോഗാണുക്കളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന ഡ്യൂട്ടി ആണെങ്കിൽ അത് ആർക്കുള്ളത്? അത് ലിംഫോസൈറ്റിനാണ് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വെച്ചേക്കാം. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബേസോഫിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അതായത് രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിനെയും അതുപോലെ തന്നെ അലർജി ഉണ്ടാക്കുമ്പോൾ വീക്കത്തിന് കാരണമായിട്ടുള്ള ഹിസ്റ്റമിനെയും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ബേസോഫിലാണ്. ഞാൻ പറഞ്ഞു അവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അല്ലെ. എന്താണ്? മറ്റ് ശ്വേതരക്താണുക്കളെയൊക്കെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീക്കത്തിന് കാരണമാകുന്ന ഹിസ്റ്റമിൻ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നതും ആര് തന്നെയാണ്? ബേസോഫിലാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ, രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിനും അതുപോലെ തന്നെ അലർജി ഉണ്ടാകുമ്പോൾ വീക്കത്തിന് കാരണമാകുന്ന ഹിസ്റ്റമിൻ. ഓക്കെ, ഈ ഹിസ്റ്റമിനെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ബേസോഫിലാണ് എന്ന കാര്യം കൂടി അവിടെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഒരു ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതൊന്നുമില്ല, നമ്മളിപ്പോ മുന്നേ പറഞ്ഞല്ലോ, ന്യൂട്രോഫിലും അതുപോലെ തന്നെ മോണോസൈറ്റും ചെയ്യുന്ന കാര്യം എന്താ ചെയ്യുന്നത്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫാഗോസൈറ്റോസിസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഫാഗോസൈറ്റോസിസ്. അതായത് നമ്മുടെ വെളുത്ത രക്തകോശങ്ങള് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ. വെളുത്ത രക്തകോശങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു? ന്യൂട്രോഫിൽ ഉണ്ട്, അതുപോലെ തന്നെ മോണോസൈറ്റ് ഉണ്ട് അല്ലെ. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലോട്ടേക്ക് വരുന്ന രക്താണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫാഗോസൈറ്റോസിസ്. അപ്പൊ ഇങ്ങനെയുള്ള പേരൊക്കെ ഷോർട്ട് നോട്ടിൽ എഴുതി വെക്കണം കേട്ടോ. ബിഗിനേഴ്സ് ആവുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എഴുതി വെച്ച് പഠിക്കുക. അപ്പൊ ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന രീതിയിൽ വിഴുങ്ങി നശിപ്പിക്കുക, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയനെ പറയുന്ന പേരാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ലിംഫോസൈറ്റ് ഉണ്ടല്ലോ. ഈ ലിംഫോസൈറ്റ് അതായത് ശ്വേതരക്താണുവിൽ വരുന്ന ലിംഫോസൈറ്റ്, നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രത്യേകം രോഗാണുക്കളെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്ന ആളാണ് ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞു. ഈ ലിംഫോസൈറ്റിനെ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ലിംഫോസൈറ്റുകൾ ഉണ്ട്. ഏതൊക്കെയാണത്? ബി ലിംഫോസൈറ്റുകളും അതുപോലെ തന്നെ ടി ലിംഫോസൈറ്റുകളും. ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ബി ലിംഫോസൈറ്റും അതുപോലെ തന്നെ ടി ലിംഫോസൈറ്റും. ബിയും ഉണ്ട്, ടിയും ഉണ്ട്. ഏതൊക്കെയാണ്? ബിയും അതുപോലെ തന്നെ ടിയും. ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും. ഇവിടുത്തെ ഡ്യൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അതിന് മുന്നേ ആയിട്ട് അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്നവയാണ് ഏത്? ബി ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ എവിടെയാണ്? തൈമസ് ഗ്രന്ഥിയിൽ വെച്ചിട്ടാണ് പാകപ്പെടുന്നത് കേട്ടോ. അതായത് നമ്മളിപ്പോ പറഞ്ഞ ബി ലിംഫോസൈറ്റ് ഉണ്ടല്ലോ, അത് എവിടെ വെച്ചിട്ടാണ് പാകപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇത് രണ്ടും എവിടുന്നാണ് രൂപപ്പെടുന്നത്? അസ്ഥിമജ്ജയിൽ നിന്നാണ്. ഇപ്പൊ ബി ലിംഫോസൈറ്റ് ആണെങ്കിലും ടി ലിംഫോസൈറ്റ് ആണെങ്കിലും രൂപപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണെങ്കിലും അതിന് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ അത് പാകമാകുന്നത് എവിടുന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബി ലിംഫോസൈറ്റ് ആണെങ്കിൽ അത് എവിടുന്നാണ്? അസ്ഥിമജ്ജയിൽ തന്നെയാണ്. പക്ഷെ ടി ലിംഫോസൈറ്റ് പാകമാകുന്നത് എവിടെയാണ്? തൈമസ് ഗ്രന്ഥിയിലാണ് കേട്ടോ. ടി വെച്ച് കണക്ട് ചെയ്താൽ മതി. ടി തൈമസ് ഗ്രന്ഥിയിലും, ബി ആണെങ്കിൽ അത് എന്താണ്? അസ്ഥിമജ്ജയിലും വെച്ചിട്ടാണ് പാകപ്പെടുന്നത്. അതൊരു പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചതാണ്, പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം ബി ലിംഫോസൈറ്റ് നോക്കാം കേട്ടോ. അപ്പൊ ബി ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ ഇവര് 3 രീതികളിലാണ് ആന്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ഓക്കെ, അതായത് ഇവര് 3 രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. ഓക്കെ, എന്താണ് പറഞ്ഞത്? ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുകയാണ് അല്ലെ. കാരണം ഇവരുടെയൊക്കെ ഡ്യൂട്ടി എന്താണ്? ശരീരത്തിൽ വരുന്ന രോഗാണുക്കളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കലാണ് ഇവരുടെയൊക്കെ ഡ്യൂട്ടി. അപ്പൊ ബി ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? പ്രത്യേകം തിരിച്ചറിഞ്ഞിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ തന്നെ ബി ലിംഫോസൈറ്റ് എന്താ ചെയ്യുന്നത്? ബാക്ടീരിയ, നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ടുള്ള ഒരു ബാക്ടീരിയ ആണെങ്കിൽ ആ ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത്? അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചെയ്യുന്നത് എന്താണ്? ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. ഓക്കെ, ഇതിലേക്ക് വരുന്ന വിഷാംശത്തെ നിർവീര്യമാക്കുന്നതൊക്കെ ആരാണ്? ഈ പറയുന്ന ബി ലിംഫോസൈറ്റ് ആണ്. അതുപോലെ തന്നെ മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു അല്ലെ. നമുക്കറിയാം ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്?
ഈ പറയുന്ന പോലെ പ്രത്യേകമായിട്ട് തെരഞ്ഞുപിടിച്ചിട്ട് ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്തും ചെയ്യുന്നുണ്ട്, മറ്റ് ശ്വേതരക്താണുക്കളെയും കൂടി ഉത്തേജിപ്പിച്ചുകൊണ്ട് രോഗാണുക്കളെ നശിപ്പിക്കുക കൂടി ആര് ചെയ്യുന്നുണ്ട്, ബി ലിംഫോസൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഒന്നാമത്തേത് ബാക്ടീരിയയുടെ കോശസ്തരം ശിഥിലീകരിച്ചും കൊണ്ട് അവയെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ബി ലിംഫോസൈറ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടി ലിംഫോസൈറ്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ലിംഫോസൈറ്റിൽ വന്നിട്ടുള്ള ബിയും ടിയുമാണ്. ടി ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. ഇത് ഇതുപോലെ അങ്ങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മുൻ വർഷങ്ങളിൽ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ചോദ്യം ഇങ്ങനെയായിരുന്നു, താഴെ കൊടുത്തിരിക്കുന്നതിൽ ടി ലിംഫോസൈറ്റുമായി ബന്ധമില്ലാത്തത് ഏത്, അങ്ങനെ എന്തോ ആയിരുന്നു ചോദ്യം. അപ്പൊ അതിലെ ഓപ്ഷൻസ് ഈ 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഉൾപ്പെടാത്തത് വേറൊരു ഓപ്ഷൻ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, ടി ലിംഫോസൈറ്റുകൾ എന്ന് പറയുമ്പോൾ മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നത് ആരാണ്, ടി ലിംഫോസൈറ്റ് ആണ്. ബാക്ടീരിയയുമായി ബന്ധപ്പെട്ടത് ആരാണ്, ബി ലിംഫോസൈറ്റ് ആണ്. അപ്പൊ ടി ലിംഫോസൈറ്റ് ആണ് വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതും ആര് തന്നെയാണ്, ടി ലിംഫോസൈറ്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യാൻസർ കോശങ്ങളെ, നമ്മുടെ ശരീരത്തിൽ വരുന്ന ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്, ടി ലിംഫോസൈറ്റ് ആണ്. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വെച്ചേക്കുക. ഇനി ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ഇമ്മ്യൂണോ ഗ്ലോബുലിനെ പറ്റിയിട്ടാണ് പറയാനായിട്ടുള്ളത്. അതായത് നമ്മളിപ്പോ പറഞ്ഞ ബി ലിംഫോസൈറ്റ് ഉണ്ടല്ലോ, ഓക്കെ, ബി ലിംഫോസൈറ്റ് ഉണ്ടല്ലോ, അതായത് ബിയും ഉണ്ട് ടിയും ഉണ്ട്. അതിലെ ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ വസ്തുക്കളെയാണ് പ്രതിരോധ വസ്തുക്കളായിട്ടുള്ള ആന്റിബോഡികൾ ഇമ്മ്യൂണോ ഗ്ലോബുലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ വസ്തുക്കളായിട്ടുള്ള ആന്റിബോഡികളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ആകൃതി നോക്കിക്കഴിഞ്ഞാൽ വൈ ആകൃതിയിലുള്ള ഒരു പ്രോട്ടീൻ ആണ് കേട്ടോ. ഇതിന്റെ ഒരു ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു വൈ ആകൃതിയാണ് ഇതിനുള്ളത്. ഓക്കെ, അപ്പൊ വൈ ആകൃതിയിലുള്ള ഒരു പ്രോട്ടീൻ ആണ് എന്തെന്ന് പറയുന്നത്, ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള പരീക്ഷയിൽ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. IgA, IgD, IgE, അതുപോലെ തന്നെ IgGയും IgMും. ഇതൊക്കെ എന്താണ്, ഇമ്മ്യൂണോ ഗ്ലോബുലിനുകളാണ്. അപ്പൊ എത്ര തരത്തിലുണ്ട്, 5 തരത്തിലുണ്ട്. ഓക്കെ, അതായത് മനസ്സിലാക്കുക, നമ്മുടെ ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ വസ്തുക്കളായിട്ടുള്ള ആന്റിബോഡികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഒരു ആകൃതി എങ്ങനെയാണ്, വൈ ആകൃതിയാണ് അല്ലെ. വൈ ആകൃതിയിലുള്ള ഒരു പ്രോട്ടീൻ ആണ് ഏത്, ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ 5 തരത്തിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണ് വരുന്നത്, IG A ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, G ഉണ്ട്, M ഉണ്ട്. ഏതൊക്കെ വരുന്നുണ്ട്, എയും ഡിയും ഇയും ജിയും എമ്മും. ഓക്കെ, IgAയും IgDയും IgEയും IgGയും IgMും. ഇവിടെ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ നമ്മുടെ +1 +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. അതിൽ ഒരു ബോക്സിൽ തന്നെ ഇതിന്റെ ഓരോന്നിന്റെയും ധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് പരീക്ഷയിൽ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇനിയും നമുക്ക് പരീക്ഷയിൽ ചോദ്യങ്ങളായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് ഇത്. നമുക്ക് നോക്കാം ഇതിൽ ഓരോന്നായിട്ട്. അതിൽ ആദ്യത്തെ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ആയിട്ടുള്ള IgA. ഇതാണ് ഒരുപാട് തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യനും കൂടി. ചോദ്യം ഇതാണ്, IgAയുമായി ബന്ധപ്പെട്ട് രോഗപ്രതിരോധം സാധ്യമാക്കുന്ന ഈ ആന്റിബോഡികൾ കൊളസ്ട്രത്തിൽ കാണപ്പെടുന്നു. അപ്പൊ ചോദ്യം ഇങ്ങനെയായിരുന്നു, കൊളസ്ട്രത്തിൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ് അത്, IgA ആണ്. ഓക്കെ, അപ്പൊ കൊളസ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനെയാണ് നമ്മൾ കൊളസ്ട്രം എന്ന് പറയുന്നത്, അതായത് പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പാല് അല്ലെ, ആദ്യത്തെ ആ ഒരു മഞ്ഞ നിറത്തോട് കൂടിയിട്ടുള്ള ആ ഒരു പാലാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. അല്ലെ, നമുക്കറിയാം ഇപ്പം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യം തന്നെ ഈ ഒരു കൊളസ്ട്രം അടങ്ങിയിട്ടുള്ള പാല് കൊടുക്കണം എന്ന് പറയാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഇതിലാണ് രോഗപ്രതിരോധം സാധ്യമാക്കുന്ന ആന്റിബോഡികളൊക്കെ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് ആ ഒരു പാല് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യം ഇങ്ങനെ ചോദിക്കും, കൊളസ്ട്രത്തിൽ അടങ്ങിയിട്ടുള്ള ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്, IgA ആണ്. നമുക്കറിയില്ലേ, കൊളസ്ട്രം എന്ന് പറയുമ്പോൾ ആദ്യത്തെ പാലാണ്. അപ്പൊ ആദ്യത്തെ പാല് എന്ന രീതിയിൽ A വെച്ച് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ IG എന്ന് പറഞ്ഞാൽ എന്താണ്, കൊളസ്ട്രത്തിൽ അടങ്ങിയിട്ടുള്ള ആന്റിബോഡി ആണ് ഏത്, IgA എന്ന് പറയുന്നത്. ഇനി IgDയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ
അലർജിക്കും വിഷവസ്തുക്കൾക്കും എതിരായി പ്രവർത്തിക്കുന്ന ഈ ആന്റിബോഡികൾ ബി ലിംഫോസൈറ്റിലാണ് കാണപ്പെടുന്നത്. അപ്പൊ പരീക്ഷയിൽ ഇങ്ങനെ ചോദിക്കും, ബി ലിംഫോസൈറ്റിൽ കാണപ്പെടുന്ന ആന്റിബോഡി ഏത് എന്ന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതേതാണ്? IgD ആണ്. അപ്പൊ ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ബി ലിംഫോസൈറ്റിലാണ്. അതായത് നമ്മുടെ അലർജിക്കും വിഷവസ്തുക്കൾക്കും എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആന്റിബോഡിയാണ് ഏത്? IgD എന്ന് പറയുന്നത്. അത് എവിടെയാണ് കാണപ്പെടുന്നത്? ബി ലിംഫോസൈറ്റിലാണ്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്? അലർജിക്കും വിഷവസ്തുക്കൾക്കും എതിരായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി മറ്റൊന്നാണ് IgE. ഇത് ഇ ആണ് കേട്ടോ, IgE. ഓക്കെ, IgE എന്തിനൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു കോശങ്ങളെയും ബേസോഫിലുകളെയും ഉത്തേജിപ്പിച്ച് ഹിസ്റ്റമിനുകളെയും അതുപോലെയുള്ള വസ്തുക്കളെയും സ്വതന്ത്രമായി അലർജിക്കെതിരെ രോഗപ്രതിരോധം സാധ്യമാക്കുന്നത് ആരാണ്? ഈ പറയുന്ന IgE ആണ്. അപ്പൊ ഹിസ്റ്റമിനുകളൊക്കെ ഉത്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ആന്റിബോഡി കൂടിയാണ് ഏത്? IgE എന്ന് പറയുന്നത്. ഇനി അടുത്തത് IgG. ഇതും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വട്ടം ഇട്ട് വെച്ചതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോറി, ഇതെല്ലാം IgAയും IgGയും ആണ് ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ളത്. IgA നമ്മൾ പറഞ്ഞു കൊളസ്ട്രത്തിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇനി IgG ആണെങ്കിൽ മാതാവിൽ നിന്ന് പ്ലസന്റയിലൂടെ കടന്നു വന്ന് നവജാത ശിശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്നത് ഏത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? IgG ആണ്. ഏതാണ്? IgG ആണ്. അപ്പൊ IgG എവിടെയാണ് അടങ്ങിയിട്ടുള്ളത്? മാതാവിൽ നിന്ന് പ്ലസന്റയിലൂടെ കടന്നു വന്നിട്ട് നവജാത ശിശുക്കൾക്ക് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്ന ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് ഏത്? IgG എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ IgM ആണ്. IgM എന്ന് പറയുമ്പോൾ രോഗാണുബാധയുണ്ടായ ഭാഗത്ത് ആദ്യം എത്തി ബി ലിംഫോസൈറ്റുകളെ ഉത്തേജിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കുന്നത് ആരാണ്? അത് IgMO ആണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 5 എണ്ണം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എയും ജിയുമാണ്. അതാണ് ചോദ്യങ്ങളായിട്ട് കൂടുതലായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ബാക്കിയുള്ളതും കൂടി പഠിക്കണം. ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇതുവരെ എടുത്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് കേട്ട് പഠിക്കട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ടാണ് പണ്ടത്തെ പോലെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് എടുക്കാത്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് വീഡിയോ ഒന്നും കൂടി സ്പീഡിലിട്ടിട്ട് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അല്ലെങ്കിൽ എത്ര എടുത്ത കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് നോട്ടൊക്കെ വായിച്ചിട്ട് പഠിച്ച് എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. നമുക്ക് സമയം തീരെ കുറവായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതിങ്ങനെ പറഞ്ഞു പോകാത്തത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് രക്തവുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ രക്തക്കുഴലുകളെ പറ്റിയിട്ടാണ്. അതായത് ഞാൻ പറഞ്ഞു രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ രക്തവും രക്തക്കുഴലുകളും ഹൃദയവും ഇതെല്ലാം കൂടി ചേരുന്നതാണ് രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് രക്തക്കുഴലുകൾ തന്നെ പല വിധത്തിലുണ്ട്. ഓക്കെ, ധമനികളായിട്ടും സിരകളായിട്ടും ലോമികകളായിട്ടും ഇതൊക്കെ എന്താണ്? രക്തക്കുഴലുകളാണ്. അപ്പൊ നമുക്ക് നോക്കാം അതിലെ ഓരോന്നും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു ഘടന എന്താണ് എന്നൊക്കെ. ഇതൊന്ന് ചോദ്യം ഈ അടുത്ത് നടന്നൊരു പരീക്ഷയിൽ പോലും വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ബയോളജി കഴിയുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തരും നിങ്ങൾക്ക്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവും എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന്. നമ്മളൊക്കെ അതിനൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഓരോ ക്ലാസ്സും എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളതിൽ ക്വസ്റ്റ്യനും കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സമയം കൂട്ടണ്ടെന്ന് കരുതിയിട്ടാണ്. ഞാൻ ഓൾറെഡി ഇത് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ടോപ്പിക് കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻസ് തരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ നമുക്ക് നോക്കാം രക്തക്കുഴലുകൾ അല്ലെ. രക്തക്കുഴലുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ട്? ധമനികൾ വരുന്നുണ്ട്, സിരകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ലോമികകളും വരുന്നുണ്ട്. ഈ ധമനികൾ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ധമനികളാണ്. ഓക്കെ, അപ്പൊ ധമനികൾ, അതിന് മുന്നേ ആയിട്ട് നമുക്ക് സിരയെ പഠിക്കാം. സിര എന്ന് പറയുമ്പോൾ എന്താ? ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങാന്ന് പറയുമ്പോൾ അശുദ്ധ രക്തമാണ്. അത് എങ്ങോട്ടേക്കാണ്? നമ്മുടെ ഹൃദയത്തിലോട്ടേക്ക് കൊണ്ടുവരുന്നത് ഏത് വഴിയാണ്? സിരകൾ വഴിയാണ്. അപ്പൊ സിരകൾ വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള രക്തം നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലോട്ടേക്ക് എത്തുന്നത്. ഇനി ഇവിടുന്ന് ശുദ്ധരക്തമായിട്ട് തിരിച്ചു പോകുന്നത് ഏത് വഴിയാണെന്ന് ചോദിച്ചാൽ ധമനി വഴിയാണ് കേട്ടോ. തിരിച്ചു പോകുന്നത് ധമനി വഴിയാണ്. ശുദ്ധരക്തവുമായിട്ട് പോകുന്നത് ആരാണ്? ധമനി വഴിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ധമനിയുടെ ഒക്കെ ഒരു വലിപ്പം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. കുറച്ച് കട്ടി കൂടിയിട്ടുള്ള ഒരു ഭിത്തിയൊക്കെയാണ് ധമനിക്കുള്ളത്. അപ്പൊ നല്ല കട്ടി കൂടിയ, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലോട്ടേക്കും പോകണ്ടേ, അപ്പൊ നല്ല കട്ടി കൂടിയ ഒരു പൈപ്പാണെന്ന് ആലോചിച്ചാൽ മതി. എല്ലായിടത്തേക്കും നല്ല ശുദ്ധരക്തം അടങ്ങിയിട്ടുള്ള എന്താ പറയാ, ഈ ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ശുദ്ധരക്തം കൊണ്ടുപോകണ്ടേ. അപ്പൊ കുറച്ച് വലിയ കട്ടി കൂടിയിട്ടുള്ള ഒരു പൈപ്പ് പോലെയാണ് ആര് കാണപ്പെടുന്നത്? ധമനി കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന, അതായത് സിരകളെയും ധമനികളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന രക്തക്കുഴലുകളാണ് ലോമികകൾ എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചർ മനസ്സിലായല്ലോ? പറയാം, നോക്കാം നമുക്ക്. ധമനികൾ എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടിയ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഓക്സിജൻ അടങ്ങിയിട്ടുള്ള രക്തം നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ധമനികൾ വഴിയാണ്.
ഇനി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നത് സിരകൾ വഴിയാണ്. ഇനി ഈ പറയുന്ന സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലോമികകൾ എന്നും വിളിക്കുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഒരു പിക്ചർ ആയിട്ട് നോക്കാം. ഇതിന്റെയൊക്കെ ഒരു സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ്, ഈ ഓരോ കുഴലുകളുടെ സ്ട്രക്ചർ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പൊ നമുക്ക് ആദ്യം ധമനിയെ നോക്കാം. അപ്പൊ ധമനി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം എന്താണത്? ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഓക്സിജൻ അടങ്ങിയിട്ടുള്ള രക്തം നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ടേക്ക് പോകുന്നത് ധമനി വഴിയാണ്. അപ്പൊ അത്യാവശ്യം വലിയൊരു പൈപ്പൊക്കെ ആയിരിക്കും ധമനി എന്ന് മനസ്സിലുണ്ടായാൽ മതി. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നല്ല കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തി ആയിരിക്കും എന്തിനുള്ളത്? ധമനിക്കുള്ളത്. രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലുമായിരിക്കും ഇതിലൂടെ ഒഴുകുക. ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന ആളാണ് ധമനി എന്ന് പറയുന്നത്. അത്രയും കാര്യം അവിടെ ഓർത്ത് വെച്ചാൽ മതി അല്ലെ. നമുക്ക് ആ ഒരു പിക്ചർ കിട്ടുമ്പോൾ തന്നെ മനസ്സിൽ വരും. അതായത് നല്ല കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഒരു ഭിത്തിയാണ് ധമനിക്കുള്ളത്. ഇതിലൂടെ പോകുന്ന രക്തത്തിന്റെ ഒഴുക്ക് എങ്ങനെയായിരിക്കും? നല്ല ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ആയിരിക്കും ഒഴുകുക അല്ലെ. നല്ല കട്ടി കൂടിയ വലിയ പൈപ്പല്ലേ, അപ്പൊ നല്ല വേഗത്തിലും അതുപോലെ തന്നെ നല്ല ഉയർന്ന മർദ്ദത്തിലും ആയിരിക്കും ഇതിലൂടെ രക്തം ഒഴുകുന്നത്. ഇനി നമ്മൾ അടുത്ത സിരേനെ പറ്റി പറയുകയാണെങ്കിൽ, സിര എന്ന് കാണുമ്പോൾ തന്നെ അല്ലെ വളരെ കട്ടി കുറഞ്ഞ ഒരു ഭിത്തിയാണ് ആർക്കുള്ളത്? സിരയ്ക്കുള്ളത് അല്ലെ. സിര എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ ഫീൽ വരുന്നില്ലല്ലോ, കട്ടി കുറഞ്ഞതാന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ കട്ടി കുറഞ്ഞ ഭിത്തിയാണ് ആർക്കുള്ളത്? സിരയ്ക്കുള്ളത്. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ആയിരിക്കും ഒഴുകുക അല്ലെ. കട്ടി കുറഞ്ഞതായതുകൊണ്ട് തന്നെ അതിലൂടെ രക്തം ഒഴുകുന്നത് എങ്ങനെയായിരിക്കും? വളരെ മെല്ലെ ആയിരിക്കും. അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും? വളരെ കുറഞ്ഞ മർദ്ദത്തിലും ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഹൃദയത്തിലോട്ടേക്കാണ് പോകുന്നത്. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള രക്തം നമ്മുടെ ഹൃദയത്തിലോട്ടേക്ക് പോകുന്നത് ഈ പറയുന്ന സിരകൾ വഴിയാണ്. ഇനി ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു രക്തക്കുഴലുണ്ട്, അതാണ് ലോമികകൾ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ചെറുതായിട്ട് കാണപ്പെടുന്ന ഒരു രക്തക്കുഴലാണ് ലോമികകൾ എന്ന് പറയുന്നത്. ഒറ്റനിര കോശമാണ് കേട്ടോ. അത് അത്രയും ചെറുതാണ്, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഒറ്റനിര കോശങ്ങളാണ്, ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയാണ്. ഭിത്തിയിൽ അതിസൂക്ഷ്മമായിട്ടുള്ള സുഷിരങ്ങളുണ്ട്. രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ആയിരിക്കും ഒഴുകുക അല്ലെ. നമുക്കറിയാം വളരെ ചെറിയ കട്ടി കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ രക്തം എങ്ങനെയായിരിക്കും? വളരെ കുറഞ്ഞ വേഗത്തിലും കുറഞ്ഞ മർദ്ദത്തിലും ആയിരിക്കും അതിലൂടെ ഒഴുകുക. ഇതിൽ ധാരാളമായിട്ടുള്ള സുഷിരങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ രക്തക്കുഴലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ധമനികള്, സിരകള്, ലോമികകള്. ഇനി ഒരു സിരയിൽ തന്നെ വരുന്ന ഒരു സിരയാണ് ഇത് പോർട്ടൽ സിര എന്ന് പറയും. എന്താണ് പോർട്ടൽ സിര എന്ന് പറഞ്ഞാല്? അതായത് ചില സിരകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നുണ്ട്. അത്തരം സിരകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പോർട്ടൽ സിരകൾ എന്ന് വിളിക്കുന്നത് അല്ലെ. സിരയുടെ ഡ്യൂട്ടി തന്നെ എന്താണ്? നമ്മൾ ഈ പറഞ്ഞ പോലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രക്തം നമ്മൾ ഈ പറഞ്ഞ ഹൃദയത്തിലോട്ടേക്ക് പോകുന്നതാണ് ഏതിലൂടെ? സിരകളിലൂടെ പോകുന്നത്. അപ്പൊ നേരെ നമ്മൾ ഹൃദയത്തിലോട്ടേക്ക് പോകുന്നതിന് പകരമായിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഒരു അവയവത്തിൽ നിന്ന് വേറൊരു അവയവത്തിലോട്ടേക്ക് പോവുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള സിരകളെയാണ് പോർട്ടൽ സിരകൾ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിൽ എത്തിക്കുന്ന ഒരു ഹെപ്പാറ്റിക് പോർട്ടൽ സിരയുണ്ട്. ഓക്കെ, അപ്പൊ ഹെപ്പാറ്റിക് പോർട്ടൽ സിര എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അതൊരു പോർട്ടൽ സിരയാണ്. അതെന്താണ്? അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലോട്ടേക്കാണ് ഇത് രക്തം കൊണ്ടുപോകുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് എന്താണ്? ചെറുകുടലിൽ നിന്ന് എങ്ങോട്ടേക്കാണ്? കരളിലോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിരകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പോർട്ടൽ സിര എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇത് ഹെപ്പാറ്റിക് പോർട്ടൽ സിര എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ. ഇനി അടുത്തത് ഇനി ഇത് നമ്മുടെ രക്തക്കുഴലുകളുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് അവസ്ഥകളാണ്, രോഗാവസ്ഥകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിയുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയോ? എന്താണത്? അതിനെയാണ് അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. നമ്മൾ നല്ല കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി നമ്മുടെ ഈ രക്തക്കുഴലിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് രക്തങ്ങൾ കറക്റ്റ് ആയിട്ട് പോവാനായിട്ട് അതിലൂടെ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്താ? അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ രക്തത്തിന് കറക്റ്റ് ആയിട്ട് അതിലൂടെ ഫ്ലോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? രക്തം അവിടെ വെച്ചിട്ട് കട്ടായി പോകും അല്ലെ. അതായത് കട്ട പിടിച്ചു പോകും. അപ്പൊ ഇങ്ങനെ രക്തക്കുഴലുകളിൽ കട്ട പിടിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്താ? ത്രോംബോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രക്തക്കുഴലുകള് കട്ട പിടിക്കുന്ന അവസ്ഥയാണ് എന്താ? ത്രോംബോസിസ് അല്ലെ. അപ്പൊ ഈ ത്രോംബോസിസിന് കാരണമായിട്ടുള്ള എന്താണ്? അതിറോസ്ക്ലിറോസിസ് ആണ്. കാരണം എന്താണ്? രക്തക്കുഴലുകളിൽ ഇങ്ങനെ കൊഴുപ്പ് അടിഞ്ഞു കൂടിയത് കൊണ്ടാണ് രക്തത്തിന് അതിലൂടെ കറക്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? രക്തം കട്ട പിടിച്ചത്. അങ്ങനെ ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ത്രോംബോസിസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ രക്തക്കുഴലുകൾ പൊട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെന്താ വിളിക്കാന്നറിയോ? അതിനെയാണ് ഹെമറേജ് എന്ന് പറയുന്നത് കേട്ടോ. രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരെന്താണ്? അത് ഹെമറേജ് ആണ്. അപ്പൊ അതൊന്ന് അവിടെ ഓർത്തു വെച്ചേക്കുക. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് രക്തം കട്ട പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഒരു ഭാഗത്തുനിന്ന് പരീക്ഷയിൽ ചോദ്യം വന്നിട്ടുണ്ട്.
ഒരുവിധ ആളുകളൊന്നും എഴുതാത്ത ഒരു ചോദ്യം കൂടിയായിരുന്നു. കാരണം നമ്മൾ ഇതൊക്കെ ചോദ്യമായിട്ട് വരുമോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റേജസ് ആയിട്ടാണ് അതൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ചോദ്യം നമുക്ക് PYQ കിട്ടുകയാണെങ്കിൽ ഉൾപ്പെടുത്താം. ചോദ്യം ഇതാണ്, നമ്മുടെ രക്തം കട്ട പിടിക്കുന്ന ആ ഒരു എന്താ പറയാ ഓരോരോ പ്രോസസ്സ് അതെങ്ങനെയാണെന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്ഥാനത്തെ പ്ലേറ്റ്ലെറ്റുകൾ പരിക്കേറ്റ കലകളും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു എൻസൈമിനെ അവിടെ ഉൽപ്പാദിപ്പിക്കും. ഓക്കെ, നമുക്കറിയാലേ ഇപ്പൊ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ അതിലൂടെ രക്തം പോകും. ആ രക്തം പോയി പിന്നീട് അത് എങ്ങനെയാണ് അത് കട്ട പിടിക്കുന്നത് അറിഞ്ഞിരിക്കണം. അപ്പൊ അത് ആ പ്രോസസ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നത്. അതായത് ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്ഥാനത്തുള്ള പ്ലേറ്റ്ലെറ്റുകൾ, നമുക്കറിയാം രക്ത കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് ഏത്, പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്ഥാനത്തുള്ള പ്ലേറ്റ്ലെറ്റുകൾ ആ ഭാഗത്തുള്ള പരിക്കേറ്റ കലകൾ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു എൻസൈമിനെ അവിടെ ഉൽപ്പാദിപ്പിക്കും. ഇതെന്ത് ചെയ്യുന്നു, രക്തപ്ലാസ്മയിലെ പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനെ ത്രോംബിനാക്കി മാറ്റുന്നു. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുന്നു, ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കും. അതിനുശേഷം ഇത് എന്ത് ചെയ്യുന്നു, രക്തപ്ലാസ്മയിലുള്ള പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനെ ത്രോംബിൻ ആക്കി മാറ്റുന്നു. ഈ ത്രോംബിൻ എന്ന ഫൈബ്രിനോജൻ എന്ന നിഷ്ക്രിയ പ്രോട്ടീനെ ഫൈബ്രിൻ ആക്കിയിട്ട് അത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ ത്രോംബിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ത്രോംബിൻ ഫൈബ്രിനോജൻ എന്ന നിഷ്ക്രിയ പ്രോട്ടീനെ ഫൈബ്രിൻ ആക്കി മാറ്റുന്നു. ഈ ഫൈബ്രിൻ നാരുകൾ ചേർന്നിട്ടുള്ള വലകണ്ണികൾ പോലെ നിൽക്കുമ്പോഴാണ് അവിടെ എന്താവുന്നത്, രക്തം ഇങ്ങനെ കട്ട പിടിച്ചതുപോലെ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക. ആദ്യം എന്താണ്, ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു എൻസൈം അവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. അതിനുശേഷം ഈ പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനെ ത്രോംബിൻ ആക്കി മാറ്റുന്നു. ത്രോംബിൻ ഫൈബ്രിനോജൻ എന്ന നിഷ്ക്രിയ പ്രോട്ടീനെ ഫൈബ്രിൻ ആക്കിയിട്ട് മാറ്റുന്നു. ആ ഫൈബ്രിൻ ആണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു വലക്കണ്ണികൾ പോലെ പ്രവർത്തിച്ചുകൊണ്ട് രക്തം കട്ടപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ ഒരു സ്റ്റേജസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ഇങ്ങനെ ഒരു സ്റ്റേജസ് ഇങ്ങനെ ആരോ മാർക്കിട്ട് ആയിരുന്നു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് രക്തഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാനായിട്ടുള്ളത്. രക്തഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിലെ ഒന്നാമത്തെ കാര്യം നമ്മുടെ രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് അല്ലെ, ആരാണ് രക്തഗ്രൂപ്പ് കണ്ടെത്തിയത്, കാൾ ലാൻഡ്സ്റ്റെയ്നർ ആണ് അല്ലെ. ആരാണ്, കാൾ ലാൻഡ്സ്റ്റെയ്നർ ആണ് രക്തഗ്രൂപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ആ ഒരു ഘടകം എന്താണ്, അതാണ് അതിലെ RH ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെ. RH ഫാക്ടർ, അതായത് ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നോക്കിക്കഴിഞ്ഞാൽ എ പോസിറ്റീവ് ഉണ്ടാവും, ബി പോസിറ്റീവ് ഉണ്ടാവും. അങ്ങനെ ഈ പറയുന്ന പോലെ രക്തഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിലടങ്ങിയിട്ടുള്ള RH ഫാക്ടർ ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, അത് O പോസിറ്റീവ് ആണ്. ഏതാണ്, O പോസിറ്റീവ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് ഏതാണ്, അത് AB നെഗറ്റീവ് ആണ് അല്ലെ. AB നെഗറ്റീവ് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടൂല. അപ്പൊ ഏറ്റവും എന്താ പറയാ വിരളമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ചോദിച്ചാൽ അത് AB നെഗറ്റീവ് ആണ്. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഏത്, O പോസിറ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാർവത്രിക ദാതാക്കൾ എന്നറിയപ്പെടുന്നത് ഏതായിരിക്കും, അത് O ഗ്രൂപ്പ് ആണ് അല്ലെ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ആയിട്ടുള്ള O ഗ്രൂപ്പിനെയാണ് സാർവത്രിക ദാതാക്കൾ, എല്ലാവർക്കും രക്തം കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ഏത്, O ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാർവത്രിക സ്വീകർത്താവ് ഉണ്ട്, എല്ലാവരിൽ നിന്നും രക്തം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു രക്തഗ്രൂപ്പ് ഏതായിരിക്കും അത്, രണ്ടാൾ അടങ്ങിയിട്ടുള്ള AB ഗ്രൂപ്പ് അല്ലെ, Aയും Bയും അടങ്ങിയിട്ടുള്ള AB ഗ്രൂപ്പ്. അതിന്റെ പ്രത്യേകത എന്താണ്, സാർവത്രിക സ്വീകർത്താവാണ്, എല്ലാവരിൽ നിന്നും രക്തം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ഏത്, AB എന്ന് പറയുന്നത്. എല്ലാവർക്കും രക്തം കൊടുക്കാൻ പറ്റുന്നത് ആരാണ്, O ഗ്രൂപ്പാണ്. അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സാർവത്രിക ദാതാക്കൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു രക്തഗ്രൂപ്പ് ഉണ്ട്, ബോംബെ രക്തഗ്രൂപ്പ് എന്ന് പറയും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ബോക്സിൽ കൊടുത്തിട്ടുള്ളതാണ്. ഈ ബോംബെ രക്തഗ്രൂപ്പ് 1952 മുംബൈയിലെ ഡോക്ടർ YM ബെണ്ടയാണ് ആദ്യമായിട്ട് ഈ ഒരു രക്തഗ്രൂപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ വേണമെങ്കിൽ പരീക്ഷയിൽ ചോദിക്കാം, ബോംബെ രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് ആര് എന്നൊക്കെ ചോദിക്കാം. വർഷമൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, വേണമെങ്കിൽ ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കാം. ആരാണ്, YM ബെണ്ടെ. ആരാണ്, YM ബെണ്ടയാണ് ബോംബെ രക്തഗ്രൂപ്പ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ചുവന്ന രക്തകോശങ്ങളുടെ ഉപരിതലത്തിൽ കാണുന്ന AB എന്നീ ആന്റിജനുകളാണ് രക്തഗ്രൂപ്പുകൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏത് രക്തകോശമാണ്, നമ്മുടെ ചുവന്ന രക്തകോശങ്ങളിലെ ചുവന്ന രക്തകോശങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏതാണ്, അരുണ രക്താണുക്കളാണ് അല്ലെ. അരുണ രക്താണുക്കൾ അഥവാ RBC ആണ്. ഈ പറയുന്ന ചുവന്ന രക്തകോശങ്ങളുടെ ഉപരിതലത്തിൽ കാണുന്ന AB ആന്റിജനുകളാണ്. ഏതൊക്കെയാണ്,
എ ബി ആന്റിജനുകളാണ് രക്തഗ്രൂപ്പുകൾക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത്. രക്തത്തിലുള്ള ആന്റിജൻ ഏതാണോ അതായിരിക്കും ആ വ്യക്തിയുടെ രക്തഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ആ വ്യക്തിയുടെ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള ആന്റിജൻ ഏതാണോ അത് നോക്കിയിട്ടായിരിക്കും അയാളുടെ രക്തഗ്രൂപ്പ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചില വ്യക്തികളിൽ എ ബി എന്നീ ആന്റിജനുകളെ കൂടാതെ ഡി എന്ന് പറയുന്ന ആന്റിജനും കാണാറുണ്ട് കേട്ടോ, ഓർത്ത് വെച്ചേക്കണം. ചില വ്യക്തികളിൽ എ ബി മാത്രമല്ല ഏതും കാണാറുണ്ട്, ഡി എന്ന് പറയുന്ന ആന്റിജനും കാണാറുണ്ട്. അതുപോലെ തന്നെ ഡി ആന്റിജൻ ഉണ്ടെങ്കിൽ രക്തഗ്രൂപ്പ് പോസിറ്റീവും അല്ലെങ്കിൽ നെഗറ്റീവും ആയിരിക്കും. ഡി ആന്റിജൻ ആദ്യമായി കണ്ടെത്തിയത് റീസസ് കുരങ്ങിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ റീസസ് ഘടകം അഥവാ RH ഘടകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഈ പറയുന്ന RH ഘടകം എന്ന് പറയുമ്പോൾ അതെന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെ ഡി ആന്റിജൻ ആദ്യമായി കണ്ടെത്തിയത് എവിടെയാണ്? റീസസ് കുരങ്ങിൽ നിന്നാണ് അല്ലെ. അതുകൊണ്ടാണ് അതിനെ റീസസ് ഘടകം അഥവാ RH ഘടകം എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഫാക്ട് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് രക്തഗ്രൂപ്പ് തന്നിട്ട് അതിലെ ആന്റിജൻ ഏത്, ആന്റിബോഡി ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു ഭാഗം കൂടിയാണ് ഇത്. ഇപ്പൊ തന്നെ തെറ്റാതെ പഠിച്ചു വെച്ചേക്കാം. നമുക്കറിയാം നമ്മുടെ രക്തഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട 4 രക്തഗ്രൂപ്പുകൾ ഉണ്ട് അല്ലെ. എ ഉണ്ട്, ബി ഉണ്ട്, പിന്നെ എ ബി ഉണ്ട്, ഒ ഉണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രക്തഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞ രക്തഗ്രൂപ്പില് ഏതാണ് ആ രക്തഗ്രൂപ്പ് അത് തന്നെയായിരിക്കും എന്ത്, ആന്റിജൻ എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, ആന്റിബോഡി എന്ന് പറയുന്നത്. ആ ഒരു വസ്തുത മനസ്സിലാക്കിയാൽ മതി അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിലെ ആന്റിജൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ രക്തഗ്രൂപ്പ് കണക്കാക്കുന്നത്. അപ്പൊ നമ്മുടെ രക്തഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലെ ആന്റിജൻ ഏത് തന്നെയാണ്, എ തന്നെയായിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ പരീക്ഷയിൽ ചോദിക്കുകയാണ് എ രക്തഗ്രൂപ്പിന്റെ ആന്റിജൻ ഏത് എന്ന് ചോദിച്ചാൽ എന്താണ്, അത് തന്നെയായിരിക്കും. എ രക്തഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിലെ ആന്റിജൻ ഏതാണ്, എ ആയിരിക്കും. ആന്റിബോഡി ആയിരിക്കും അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത്. എന്റേതാണെങ്കിൽ ബി ആയിരിക്കും, ബിന്റേതാണെങ്കിൽ എ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നോക്കാം നമുക്ക്. രക്തഗ്രൂപ്പ് എ ഉള്ള ആളുടെ ആന്റിജൻ ആണെങ്കിൽ എ തന്നെയായിരിക്കും. ആന്റിബോഡി എന്തായിരിക്കും, ബി ആയിരിക്കും. ഇനി ബി രക്തഗ്രൂപ്പുള്ള ആളുടേത്, ബി രക്തഗ്രൂപ്പിലുള്ള ആളുടെ ആന്റിജൻ ഏതായിരിക്കും, ബി അല്ലെ, ബി തന്നെയായിരിക്കും. ആന്റിബോഡി എന്തായിരിക്കും, ബി ആവൂല, എ ആയിരിക്കും. ഓക്കെ, ബിയുടെ ആന്റിബോഡി ആണ് എന്തെന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത്. ഇനി എ ബി ആണെങ്കിൽ, ഒരാളുടെ രക്തഗ്രൂപ്പ് എ ബി ആണെങ്കിൽ അയാളുടെ ആന്റിജൻ ഏതാണ്, എ ബി ആണെങ്കിൽ അതേ സാധനം തന്നെ അല്ലെ, എ ബി തന്നെയായിരിക്കും. ഓക്കെ, എ ബി രക്തഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്, എ ബി തന്നെയാണ്. അതായത് എയും ബിയും തന്നെയാണ്. പിന്നെ ആന്റിബോഡി ആണെങ്കിൽ ഇവയ്ക്ക് എന്തില്ല, ആന്റിബോഡി ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും ചോദിക്കുന്നതാണ്. രക്തഗ്രൂപ്പ് എ ബി, ഈ എ ബിയുടെ ആന്റിബോഡി ഏത് എന്ന് ചോദിച്ചാൽ എന്താണ്, ഇവർക്ക് ആന്റിബോഡി ഇല്ല, ഇവർക്ക് ബോഡി ഇല്ല എന്ന് ആലോചിച്ചാൽ മതി. എയും ബിയും രണ്ടാളുണ്ടായിട്ട് എന്താ കാര്യമില്ലേ, ഇവർക്ക് ബോഡി ഇല്ല എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ എ ബി രക്തഗ്രൂപ്പിന് എന്തില്ല, ആന്റിബോഡി ഇല്ല. ഇനി ഒ ഗ്രൂപ്പിനെ പറയുകയാണെങ്കിൽ ഒ ഗ്രൂപ്പിന് ആന്റിജൻ ഒന്നും ഇല്ല കേട്ടോ. ഒ ഗ്രൂപ്പിന് ആന്റിജൻ ഇല്ല, പക്ഷെ ആന്റിബോഡി ആയിട്ട് ആരുണ്ട്, ഈ പറഞ്ഞ രണ്ടാളുകളുണ്ട്, എയും ബിയും ഉണ്ട്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. ചോദ്യം ചോദിക്കുന്ന സമയത്ത് എപ്പോഴും തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് അടിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ അത് കറക്കി കുത്തി എഴുതും, പക്ഷെ മിക്കവാറും തെറ്റാവായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കാര്യമൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഷോർട്ട് നോട്ടിൽ എഴുതി വെക്കുക. അപ്പൊ ഡെയിലി ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതങ്ങ് കാണാതെ അങ്ങ് പഠിച്ചു പോയിക്കോളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഓക്കെ, നമ്മുടെ NCERT-യിലുള്ള ഈ രക്തവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അധികം വന്നിട്ടുള്ളത്. അതിൽ വരാത്ത കുറച്ച് 1-2 പോയിന്റുകളാണ് നമുക്ക് ഇവിടെ നോക്കാനായിട്ടുള്ളത്. നിങ്ങൾ ഈ PDF ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി ട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് PDF ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ ആപ്പിലൂടെ കിട്ടുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈറ്റിൽ പോയിട്ട് NCERT-ന്ന് അടിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് ഓരോ ചാപ്റ്റർ ആയിട്ട് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് പഠിച്ചാൽ മതി ട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പ്ലാസ്മ അല്ലെ, പ്ലാസ്മയുമായി ബന്ധപ്പെട്ട് ഇതിൽ പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. 55% എന്താണ്, പ്ലാസ്മയാണ്. അതിൽ 90% കൂടുതൽ എന്താണ്, ജലമാണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, സീറം എന്ന് പറയും. ഓക്കെ, സീറം അഥവാ സെറം എന്നൊക്കെ പറയും. സെറം അല്ലെങ്കിൽ സീറം എന്ന് പറഞ്ഞാൽ എന്താ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മേനെ വിളിക്കുന്ന പേരാണ് എന്താ, സീറം എന്ന് പറയുന്നത്. അപ്പൊ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ, പ്ലാസ്മയിലുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട് അല്ലെ, ഏതായിരുന്നു അത്, ഫൈബ്രിനോജൻ ആണ്. അപ്പൊ അത് ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ സീറം അല്ലെങ്കിൽ സെറം എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഈ ഒരു ടേം ഒന്ന് ഓർത്തു വെച്ചേക്കാം. എന്താണ്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ ഘടകങ്ങളെ ഒഴിവാക്കിയിട്ടുള്ള ആ ഒരു പ്ലാസ്മയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സീറം അല്ലെങ്കിൽ സെറം എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ കോശങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ തന്നെയാണ്. അതിലെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ അരുണ രക്താണുക്കൾ ഉണ്ട് അല്ലെ, നമ്മുടെ RBC എന്ന് പറയുന്നത്. ഈ അരുണ രക്താണുക്കളെ പറ്റി പറയുകയാണെങ്കിൽ രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശങ്ങളാണ് ഏത്, അരുണ രക്താണുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, രക്തത്തില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, അരുണ രക്താണുക്കളാണ്. ഏകദേശം 5 ദശലക്ഷം മുതൽ 5.5 ദശലക്ഷം വരെയാണ് ഒരു ഘന മില്ലി ലിറ്റർ രക്തത്തിൽ അടങ്ങിയിട്ടുള്ളത്.
ഓക്കെ, മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത്രയും തോനെ കാണപ്പെടുന്ന രക്തകോശം ഏതാണ്? അരുണ രക്താണുക്കളാണ്. എത്രയാണ്? 5 ദശലക്ഷം മുതൽ 5.5 ദശലക്ഷം വരെയാണ് ഒരു ഘന മില്ലി ലിറ്റർ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള ഈ അരുണ രക്താണുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സാധാരണ ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ 100 മില്ലി ലിറ്റർ രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം വരെയാണ് ഇതിൽ ഹീമോഗ്ലോബിനിൽ ഉണ്ടായിരിക്കും അല്ലെ. നമുക്കറിയാം ഹീമോഗ്ലോബിൻ ഒക്കെ ഇതിലാണ് കാണപ്പെടുന്നത്? അരുണ രക്താണുക്കളിലാണ്. അപ്പൊ ഒരു ആരോഗ്യവാനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു 100 മില്ലി ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര വരണം എന്നാണ് പറയുന്നത്? 12 മുതൽ 16 ഗ്രാം വരെ എന്തുണ്ടായിരിക്കണം? ഹീമോഗ്ലോബിൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് 12 മുതൽ 16 വരെയാണ് ഹീമോഗ്ലോബിൻ ഒരു ആരോഗ്യവാനായ ഒരാളുടെ രക്തത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ അരുണ രക്താണുക്കളുടെ ആയുസ് ചോദിച്ചു കഴിഞ്ഞാൽ 120 ദിവസമാണ് ട്ടോ. 120 ദിവസമാണ് അരുണ രക്താണുക്കളുടെ ആയുസ് എന്ന് പറയുന്നത് അല്ലെ. അത്യാവശ്യം ആയുസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇവ അതിനുശേഷം, അതായത് 120 ദിവസമാണ് ഇതിന്റെ ആയുസ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഇതിന് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലീഹയിൽ വെച്ചിട്ട് നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. പ്ലീഹ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അരുണ രക്താണുക്കളുടെ ശ്മശാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം ഇവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ നശിക്കപ്പെടുന്നത്. ഇതിന്റെ ഒരു കാലാവധി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു ആയുസ് കഴിഞ്ഞാൽ, 120 ദിവസമാണ് ആയുസ് എന്ന് പറയുന്നത്. ആ ആയുസ് കഴിഞ്ഞാൽ 120 എന്താ പറയുക ദിവസം കഴിഞ്ഞാൽ ഇവ എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്ലീനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പ്ലീഹയിൽ വെച്ചിട്ട് എന്താ ചെയ്യുന്നത്? നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ RBC-കളുടെ ശ്മശാനമായിട്ട് എന്തിനെ പറയുന്നത്? നമ്മുടെ പ്ലീഹേനെ പറയുന്നത് കേട്ടോ. അപ്പൊ അരുണ രക്താണുക്കളുമായി ബന്ധപ്പെട്ട് അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഭൂരിഭാഗം സസ്തിനികളിലും നമ്മൾ ഇതിന് മർമ്മയില്ല എന്നൊരു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അല്ലെ. അതായത് ഭൂരിഭാഗം സസ്തിനികളിലും പൂർണ്ണ വളർച്ചയെത്തിയ അരുണ രക്താണുക്കളിൽ മർമ്മം അഥവാ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതായത് ന്യൂക്ലിയസ് അഥവാ മർമ്മം എവിടെ കാണപ്പെടൂല? അരുണ രക്താണുക്കളിൽ കാണപ്പെടൂല എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ശ്വേതരക്താണുക്കളിൽ എന്തുണ്ട്? മർമ്മമുണ്ട്. പക്ഷെ അവയ്ക്ക് എന്തില്ല? പ്രത്യേകിച്ച് ആകൃതിയൊന്നുമില്ല. പക്ഷെ അരുണ രക്താണുക്കൾക്ക് ഡിസ്കിന്റെ ആകൃതിയാണ്. പക്ഷെ എന്ത് കാണൂല? മർമ്മം കാണൂല. നമ്മൾ മുന്നേ പഠിച്ചതാണ്. അപ്പൊ മനസ്സിലാക്കുക, അരുണ രക്താണുക്കൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശമാണ്. ഏകദേശം ഒരു ഘന മില്ലി ലിറ്റർ രക്തത്തിൽ 5 ദശലക്ഷം മുതൽ 5 ദശലക്ഷം വരെയാണ് അരുണ രക്താണുക്കൾ എന്ന് പറയുന്നത്. ഭൂരിഭാഗം സസ്തിനികളിലും പൂർണ്ണ വളർച്ചയെത്തിയ അരുണ രക്താണുക്കളിൽ മർമ്മം അഥവാ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഒരു വ്യക്തിയിൽ, ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ 100 മില്ലി ലിറ്റർ രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം വരെയാണ് അതിലെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ അരുണ രക്താണുക്കളുടെ ആയുസ് എന്ന് പറയുന്നത് എത്രയാണ്? 120 ദിവസമാണ്. അതിനുശേഷം ഇവരെന്താണ്? സ്പ്ലീന് അഥവാ പ്ലീഹയിൽ വെച്ചിട്ട് നശിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ അതത്രയും ഓർത്തു വെച്ചേക്കുക. ഇനി നമ്മുടെ ശ്വേതരക്തകോശങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ശ്വേതരക്തകോശങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നമ്മുടെ WBC അല്ലെ, വെളുത്ത കോശങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇതിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അതിന് മുന്നേട്ട് നമ്മൾ പറഞ്ഞു ഇതിനെന്താ? നിറമില്ലാത്തവയാണ് അല്ലെ. ഇതിൽ ഹീമോഗ്ലോബിൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിന് നിറമില്ലാത്തത്. ഓക്കെ, വെളുത്ത രക്തകോശങ്ങൾ എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇതിന് നിറമില്ല. കാരണം എന്താ? ഹീമോഗ്ലോബിൻ അതിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഹീമോഗ്ലോബിൻ എവിടെയാണ്? അരുണ രക്താണുക്കളിലാണ്. നമ്മുടെ രക്തത്തിന് കളർ കൊടുക്കുന്ന ആളാണ് ആര്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പൊ ശ്വേതരക്താണുക്കൾക്ക് എന്തില്ല? നിറമില്ല. അതുപോലെ തന്നെ ഇവയ്ക്ക് മർമ്മമുണ്ട് അല്ലെ, ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും ഈ പറയുന്ന ശ്വേതരക്താണുക്കൾക്ക്. ഇനി ഇതിന്റെ ഒരു എണ്ണം നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് എണ്ണം മാത്രമേ ഉള്ളൂ. നമ്മുടെ അരുണ രക്താണുക്കൾ പോലെയൊന്നും അത്ര തോനെയൊന്നും ഇല്ല. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഘന മില്ലി ലിറ്റർ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 6000 മുതൽ 8000 വരെ എണ്ണം മാത്രമാണ് എന്ത് കാണപ്പെടുന്നത്? ശ്വേത രക്താണുക്കൾ കാണപ്പെടുന്നത്. അപ്പൊ ശ്വേത രക്താണുക്കൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. പിന്നെ അടുത്ത് നമ്മുടെ പ്ലേറ്റ്ലെറ്റുകളാണ്. ഈ പ്ലേറ്റ്ലെറ്റുകളെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് കേട്ടോ. എന്താണത്? ത്രോംബോസൈറ്റുകൾ എന്ന് പറയും. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പ്ലേറ്റ്ലെറ്റുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ത്രോംബോസൈറ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവ എത്ര ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെയാണ് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്. എത്രയാണ്? 1.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെയാണ് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണമായിട്ട് പറയുന്നത് കേട്ടോ. അതുപോലെ നമുക്കറിയാം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് ഏത്? പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത്രയൊക്കെയാണ് അവിടെ പഠിക്കാനായിട്ടുള്ളത്. പിന്നെ നമ്മുടെ രക്തഗ്രൂപ്പ് ഇതൊക്കെ നമ്മളിപ്പോ പറഞ്ഞതാണ്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ അടുത്തത് ഹൃദയത്തിലോട്ടേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും എടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നും കൂടി ഒന്ന് സ്പീഡിൽ റിവൈസ് ചെയ്ത് പോവാ കേട്ടോ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഇനി പരിയന വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഹൃദയത്തിലോട്ടേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പൊ ഹൃദയവും അതിനെ ചുറ്റി കിടക്കുന്ന ഓരോരോ ഭാഗങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും അങ്ങനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമായിട്ടാണ് പറയുന്നത്.
അപ്പൊ വേണമെങ്കിൽ പരീക്ഷയിൽ ചോദിക്കാം, രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമേത്, കേന്ദ്രമായിട്ട് പറയുന്നത് എന്ത് എന്നൊക്കെ ചോദിച്ചാൽ അതെന്താണ്? ഹൃദയമാണ്. ഹൃദയമാണ്. കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഹൃദയം വഴിയാണ് അല്ലെ? ഹൃദയത്തിലോട്ടേക്കാണ് അശുദ്ധ രക്തവും വരുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള രക്തം വന്നിട്ട് തിരിച്ചു പോകുന്ന ശുദ്ധരക്തമായിട്ട് പോകുന്നതൊക്കെ ഏതിലൂടെയാണ്? ഈ പറയുന്ന ഹൃദയത്തിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമായിട്ട് എന്തിനെ പറയുന്നത്? ഹൃദയത്തെ പറയുന്നത്. ഇനി ഹൃദയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഏത് ഭാഗത്താണ്? നമ്മുടെ ഇടത് ഭാഗത്താണ് അല്ലെ? ഇടത് ഭാഗത്താണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മുഷ്ടിയുടെ ഒരു വലുപ്പമാണ് എന്തിനുള്ളത്? ഹൃദയത്തിനുള്ളത്. അതുപോലെ തന്നെ ഹൃദയത്തെ ആവരണം ചെയ്തിട്ടുള്ള ഒരു ഇരട്ട സ്ഥലമുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പെരികാർഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഹൃദയം എന്ന് പറയുമ്പോൾ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ ഒരു വലുപ്പം അല്ലെങ്കിൽ ഹൃദയത്തിന്റെ സ്ഥാനം നോക്കിയാൽ നമ്മുടെ ഇടതുഭാഗത്താണ്. ഹൃദയത്തിന്റെ വലുപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു മുഷ്ടി പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? ആ ഒരു വലുപ്പമാണ് നമ്മുടെ ഹൃദയത്തിനുള്ളത്. ഇത് എവിടെയാ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഔരസാശയത്തില് ശ്വാസകോശങ്ങൾക്കിടയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഹൃദയം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് ഓർത്തു വെച്ചേക്കാം. നമ്മുടെ ഔരസാശയത്തിലെ ഈ പറഞ്ഞ ശ്വാസകോശങ്ങൾക്കിടയിലാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ ഹൃദയം കാണപ്പെടുന്നത്. ഇത് ഹൃദയത്തെ ആവരണം ചെയ്തിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അല്ലെ? ഇരട്ട സ്ഥലം. അതായത് രണ്ട് പാളികളോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അതിനെയാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. എന്താണ്? പെരികാർഡിയം. അപ്പൊ ഹൃദയത്തെ ആവരണം ചെയ്തിട്ടുള്ള ഇരട്ട സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? പെരികാർഡിയം ആണ്. ഇനി നമ്മുടെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? എത്ര അറകളാണ്? 4 അറകളാണ് ട്ടോ ഉള്ളത്. മനുഷ്യ ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. ഓക്കെ, നമ്മുടെ അതായത് ഹൃദയത്തിന്റെ ഒരു സൈഡിൽ 2 അറകളും മറ്റേ സൈഡിൽ 2 അറകളായിട്ട് 4 അറകളാണ് നമ്മുടെ മനുഷ്യരിലെ ഹൃദയത്തിനുള്ളത്. പക്ഷെ എല്ലാവർക്കും ഒരുപോലെയല്ല. ചില ജീവികളിൽ ഹൃദയത്തിന് പല രീതിയിലാണ് വരുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പാറ്റയുടെ ഒക്കെ ഹൃദയത്തിന്റെ അറകൾ നോക്കിക്കഴിഞ്ഞാൽ 13 അറകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 13 അറകളാണ് പാറ്റയ്ക്കൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ മണ്ണിരയിൽ നോക്കിക്കഴിഞ്ഞാൽ 5 ജോഡി പാർശ്വഹൃദയങ്ങളാണ് ആർക്കുള്ളത്? മണ്ണിരയ്ക്കുള്ളത്. പിന്നെ മത്സ്യങ്ങൾക്കാണെങ്കിൽ 2 അറകളാണ്. തവളയ്ക്കാണെങ്കിൽ 3 അറകളാണ്. കോഴി പിന്നെ നമ്മളെ പോലെ തന്നെയാണ് കേട്ടോ, 4 അറകളാണ് ഉള്ളത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫാക്ട് ആണ്. അപ്പൊ കോഴിയെ മനസ്സിലാക്കുക. കോഴി എന്ന് പറയുമ്പോൾ നമ്മളെ പോലെ തന്നെയാണെന്ന് ആലോചിച്ചാൽ മതി. കോഴിക്ക് എത്ര അറകളാണ്? ഹൃദയത്തിന് 4 അറകളാണ്. ഇനി തവളയെ പറ്റി പറയുമ്പോ തവള ഒന്ന് എഴുതി നോക്ക്. എത്ര അക്ഷരമുണ്ട്? 3 അക്ഷരമുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. തവളയ്ക്ക് 3 അറകളാണ്. തവളയ്ക്ക് എത്രയാണ്? 3 അറകളാണ് ഹൃദയത്തിനുള്ളത്. ഇനി നമ്മുടെ മത്സ്യത്തിനാണെങ്കിലോ? മത്സ്യത്തിനാണെങ്കിൽ 2 അറകളാണ് ഹൃദയത്തിനുള്ളത്. മത്സ്യത്തിന് 2 അറകളാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ ആർക്കാണ്? നമ്മുടെ പാറ്റയ്ക്കാണ്. 13 അറകളാണ് ആർക്കുള്ളത്? പാറ്റയ്ക്കുള്ളത്. ഇനി മണ്ണിരയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 5 ജോഡി പാർശ്വഹൃദയങ്ങളാണ് ആർക്കുള്ളത്? നമ്മുടെ മണ്ണിരയ്ക്കുള്ളത്. ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കാം ട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഊർധ്വ മഹാസിര വഴിയും അധോ മഹാസിര വഴിയും ഒക്കെ രക്തം എങ്ങോട്ടേക്ക് വരുന്നത്? നമ്മുടെ ഹൃദയത്തിലോട്ടേക്ക് വരുന്നത് അല്ലെ? അപ്പൊ ഈ ഹൃദയം എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു 4 അറകളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഓക്കെ, 4 അറകളെ കാണാനായിട്ട് സാധിക്കും. ABCD ആയിട്ട് ഇങ്ങനെ 4 അറകൾ കാണപ്പെടുന്നുണ്ട്. ഒരു സൈഡില് 2 അറകള്, മറ്റേ സൈഡിലും 2 അറകള്. ഇതിൽ ആദ്യത്തെ A എന്ന് പറയുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു അറയാണ് ഏതെന്ന് പറയുന്നത്? സെക്കൻഡ്. ഈ ഒരു അറയുണ്ടല്ലോ, ഈ അറയെ വിളിക്കുന്ന പേരാണ് വലത് ഏട്രിയം എന്ന് പറയുന്നത്. അതായത് ഹൃദയത്തിന്റെ ഒരു വലത് ഭാഗത്തായിട്ട് 2 അറകളാണുള്ളത്. മുകളില് വലത് ഏട്രിയവും താഴെ വലത് വെൻട്രിക്കിളും. അതേപോലെ തന്നെയാണ് ഇടതുഭാഗത്തും. ഇടതും ഏട്രിയം ഉണ്ട്, ഇടത് വെൻട്രിക്കിളും ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഏട്രിയവും വെൻട്രിക്കിളുമാണ് അറകൾ എന്ന് പറയുന്നത്. ഒരു സൈഡിൽ 2 എണ്ണം ഉണ്ട്, മറ്റേ സൈഡിലും 2 എണ്ണം ഉണ്ട്. അപ്പൊ വലത് സൈഡിൽ ഉണ്ടാവുമ്പോൾ ഏതൊക്കെയായിരിക്കും? വലത് ഏട്രിയം, വലത് വെൻട്രിക്കിള്. ഇടത് സൈഡിലാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിള്. മനസ്സിലായല്ലോ? ഇതാണ് വലത് ഏട്രിയം, ഇതാണ് വലത് വെൻട്രിക്കിള്. അതുപോലെ തന്നെ ഇതാണ് ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിള്. ഇതാണ്. ഇനി ഇവിടുന്ന് രക്തം ഇങ്ങോട്ടേക്ക്, അതായത് വലത് ഏട്രിയത്തിൽ നിന്ന് ഈ പറയുന്ന വലത് വെൻട്രിക്കിളിലോട്ടേക്ക് രക്തം പോകുന്ന സമയത്ത് തിരിച്ച് അങ്ങോട്ട് തന്നെ ഒഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. ആ വാൽവിനെ പറയുന്ന പേരാണ് ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വാൽവ് വെച്ചിട്ടുള്ളത്? അപ്പൊ രക്തം ഇങ്ങനെ അറകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ പോവുകയാണ് അല്ലെ? അപ്പൊ ഈ അറകളിലൂടെ പോകുന്ന സമയത്ത്, അതായത് ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലോട്ടേക്ക് രക്തം പോകുന്ന സമയത്ത് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വാൽവ് അടയും. ആ വാൽവിനെ പറയുന്ന പേരാണ് ഏത്? ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്.
അതേപോലത്തെ വാൽവ് അപ്പുറത്തെ സൈഡിലുണ്ട്, ഇടത് ഭാഗത്തും ഉണ്ട്. അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബൈകസ്പിഡ് വാൽവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഇടത് ഏട്രിയത്തെയും ഈ പറയുന്ന പോലെ തന്നെ ഇടത് വെൻട്രിക്കിളിനെയും തമ്മിൽ കണക്ട് ചെയ്ത് വെക്കുന്ന ഒരു വാൽവാണ് ഏത്? ബൈകസ്പിഡ് വാൽവ്. ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് ട്ടോ. അപ്പൊ ഇതിങ്ങനെ കാണാതെ പഠിക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ വലത് ഭാഗത്ത് കാണപ്പെടുന്ന വാൽവ് ആണെങ്കിൽ അത് ട്രൈ ആണ്. ഇടത് ഭാഗത്താണ് ബൈ വരുന്നത്. ഇടത് ഭാഗത്താണ് ബൈ വരുന്നത്. പിന്നെ വലത് ഭാഗത്ത് അറകൾ കിട്ടുമല്ലോ. വലതുഭാഗത്ത് ഒരു ഏട്രിയം ഉണ്ട്, വെൻട്രിക്കിൾ ഉണ്ട്. ഇടത് ഭാഗത്താണെങ്കിലോ ഇടത് ഏട്രിയവും വരുന്നുണ്ട്, ഇടത് വെൻട്രിക്കിളും വരുന്നുണ്ട്. അതിന്റെ ഇടയിലുള്ള വാൽവുകൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലോട്ടേക്ക് പോകാം. അടുത്തത് നമ്മുടെ ഹൃദയസ്പന്ദനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ ഹൃദയം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ എത്ര സെക്കൻഡ് സമയമാണ് ഒരു ഹൃദയമിടിപ്പിന് വേണ്ടിയിട്ട് വരുന്നത്? അതായത് ടക് ടക് എന്ന് പറഞ്ഞിട്ട് ഇടിക്കുന്നുണ്ടല്ലോ, അതിലെ ഓരോരോ ഹൃദയസ്പന്ദനം അല്ലെ, അതിന് എത്ര സമയം എടുക്കുന്നുണ്ട് എന്ന് ചോദിച്ചാല് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 0.8 സെക്കൻഡ് 0.8 സെക്കൻഡ് ടൈം ആണ് ഒരു കാർഡിയാക് സൈക്കിൾ അഥവാ ഒരു ഹൃദയസ്പന്ദനത്തിന് എടുക്കുന്നത്. അതായത് ഹൃദയസ്പന്ദനം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കുന്നത് അല്ലെ? അതായത് 0.8 സെക്കൻഡ് ആണ് അവിടെ എടുക്കുന്നത്. ഓക്കെ, ഒരു ഹൃദയസ്പന്ദനം എന്ന് പറയുമ്പോൾ എന്താണ്? 0.8 സെക്കൻഡ് ആണ് ആ ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യമാണ് ഇത് എടുക്കുന്നത്? എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 72 പ്രാവശ്യമാണ് ട്ടോ. അതായത് ഒരു ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം എന്ന് പറയുമ്പോൾ മിനിറ്റിൽ 72 പ്രാവശ്യമാണ് സ്പന്ദിക്കുന്നത്. ഓക്കെ, അപ്പൊ 72 പ്രാവശ്യമാണ് സ്പന്ദിക്കുന്നത് എന്ന് ഓർത്തു വെച്ചേക്കാം. ഒരു സ്പന്ദനം അല്ലെങ്കിൽ ഒരു ഹൃദയസ്പന്ദനത്തിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? 0.8 സെക്കൻഡ്. ഒരു മിനിറ്റിൽ 72 തവണയാണ് നമ്മുടെ ഹൃദയം സ്പന്ദിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട് ഈ ഹൃദയസ്പന്ദനം അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഉണ്ട് അല്ലെ? ഏതായിരുന്നു അത്? റെനെ ലെനക് എന്ന് റെനെ ലെനക് അല്ല, സ്റ്റെതസ്കോപ്പ് എന്ന് പറയും. ഈ സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? അദ്ദേഹമാണ് റെനെ ലെനക് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഹൃദയസ്പന്ദനമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് ചോദിച്ചാൽ അത് എന്താണ്? അത് സ്റ്റെതസ്കോപ്പ് ആണെന്നൊക്കെ അറിയാം. പക്ഷെ അത് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് റെനെ ലെനക്. ഒന്ന് എഴുതി വെച്ചേക്കുക അറിയാത്തവരാണെങ്കിൽ. സ്റ്റെതസ്കോപ്പ് റെനെ ലെനക്. സ്റ്റെതസ്കോപ്പ് ആരാണ്? റെനെ ലെനക് ആണ്. ഇനി അടുത്തത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എസ്എ നോഡ് ചോദിക്കാറുണ്ട്. നമ്മുടെ പേസ് മേക്കർ ഒക്കെ എന്താന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ അടുത്ത് നടന്നൊരു പരീക്ഷയിൽ പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹൃദയപേശികളുടെ താളാത്മകമായ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലുമാണ് ഹൃദയസ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുന്നത്. ഹൃദയ അറകളുടെ സങ്കോചനത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് വലത് ഏട്രിയ ഭിത്തിയിലുള്ള എസ്എ നോഡ് എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, ഈ ഭാഗത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പേസ് മേക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഹൃദയത്തിന് വേണ്ടിയിട്ടുള്ള ആ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കുക, അതാണ് നമ്മുടെ ഒരു ഹൃദയസ്പന്ദന നിരക്കിനെ ആശ്രയിക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള വൈദ്യുത തരംഗങ്ങൾ, ഈ ഒരു സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈദ്യുത തരംഗങ്ങളെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ വലത് ഏട്രിയത്തിലുള്ള എസ്എ നോഡ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതിനെ തന്നെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്. ചില ആളുകളിൽ കൃത്രിമ പേസ് മേക്കർ വെക്കാറുണ്ട് അതിന് കംപ്ലൈന്റ് വരുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ എസ്എ നോഡ് അല്ലെങ്കിൽ പേസ് മേക്കർ എന്ന് പറയുമ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഈ പറയുന്ന രീതിയിൽ വൈദ്യുത തരംഗങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് നിലനിൽക്കുന്നത്? ഈ പറയുന്ന എസ്എ നോഡ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വലത് ഏട്രിയത്തിലാണ്. അതായത് നമ്മുടെ 4 അറകളിൽ വരുന്ന വലത് ഏട്രിയം ഉണ്ടല്ലോ, ആ വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലാണ് ഈ എസ്എ നോഡ് ഉള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മറ്റൊരു പേരാണ് എന്ത്? പേസ് മേക്കർ. കിട്ടിയല്ലോ. ഇനി അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹൃദയ മിടിപ്പുമായി ബന്ധപ്പെട്ട് അതിലുണ്ടാവുന്ന ചെറിയ വ്യത്യാസങ്ങൾ പോലും അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒന്നാണ് ഏത്? ECG എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് ചെറിയൊരു ഹൃദയത്തിന് ഒരു വേദന ഉണ്ടായി കഴിഞ്ഞാൽ, നെഞ്ചുവേദന ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം, അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളോട് ആദ്യം എടുക്കാൻ പറയുന്നത് എന്തായിരിക്കും? ECG ആണ് അല്ലെ? അപ്പൊ അതിലൂടെ നമുക്ക് അതിലുണ്ടാവുന്ന ചെറിയൊരു വേരിയേഷൻ പോലും അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ECGയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ECG എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ പൂർണ്ണ രൂപം? ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. ഓക്കെ, ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് ECG എന്ന് പറയുന്നത്. ഓക്കെ, അതവിടെ ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് നമ്മുടെ രക്തസമ്മർദ്ദത്തെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോ പറഞ്ഞ ഹൃദയവുമായി ബന്ധപ്പെട്ട് ഹൃദയം എന്ത് ചെയ്യുന്നുണ്ട്? സങ്കോചിക്കുന്നുണ്ട്, പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നുണ്ട് അല്ലെ? ആ ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ധമനികളിൽ ഉണ്ടാകുന്ന ആ ഒരു മർദ്ദം, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ എന്ന് വിളിക്കുന്നത്.
അപ്പൊ എന്താണ് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം എന്ന് ചോദിച്ചാല് ഹൃദയം സങ്കോചിക്കുമ്പോഴും അതുപോലെ തന്നെ അത് പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോഴും നമ്മുടെ ധമനികൾ എന്താന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലെ, ഒരു രക്തക്കുഴലാണ്. ഈ ധമനികളില് അനുഭവപ്പെടുന്ന മർദ്ദത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? രക്തസമ്മർദ്ദം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് രക്തസമ്മർദ്ദം? നമ്മുടെ രക്തം പറയുന്ന പോലെ തന്നെ ഹൃദയം സങ്കോചിക്കുമ്പോഴും പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോഴും നമ്മുടെ ധമനികളിൽ അനുഭവപ്പെടുന്ന ആ ഒരു മർദ്ദം, അതിനെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. ഈ രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇതിൽ രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു, സങ്കോചിക്കുന്നുണ്ട്, പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നുണ്ട്. ഈ സങ്കോചിക്കുന്ന സമയത്ത് ആ ഒരു പ്രഷർ, അതായത് നമ്മുടെ ധമനികളിൽ അനുഭവപ്പെടുന്ന പ്രഷർ എന്ന് പറയുമ്പോൾ 120 ആണ്. 120 mmHg ആണ്. അതിനെ വിളിക്കുന്ന, ആ ഒരു പ്രഷറിനെ വിളിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മർദ്ദത്തെ പറയുന്ന പേരാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സമയം, അതായത് നമ്മുടെ ഹൃദയം സങ്കോചിക്കുന്ന സമയമാണ്. അപ്പൊ ഇങ്ങനെ ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം 70 മില്ലി രക്തമാണ് ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് അനുഭവപ്പെടുന്ന ആ ഒരു മർദ്ദത്തെയാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അവിടെ കൊടുക്കുന്ന പ്രഷർ എത്രയാണ്? 120 mmHg ആണ്. ക്ലിയർ? ഇനി അടുത്തത്, ഈ ഒരു ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുകയാണ് അല്ലെ. അപ്പൊ സങ്കോചിക്കുന്നുണ്ട്, പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്ന സമയത്തും ഏകദേശം 70 മില്ലി രക്തം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പൊ അനുഭവപ്പെടുന്ന ആ ഒരു പ്രഷർ എത്രയാണ്? 80 mmHg ആണ്. അതിനെയാണ് നമ്മൾ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? ഈ പറഞ്ഞിട്ടുള്ള 120/80 mmHg ആയിരിക്കണം. ഇതാണ് കറക്റ്റ് ഫിഗർ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലും കുറവും ഉണ്ടാകുമ്പോഴാണ് ഓരോരോ അവസ്ഥയിലോട്ടേക്ക് മാറുന്നത് അല്ലെ. അതായത് കൂടിക്കഴിഞ്ഞാൽ, പ്രഷറിൽ കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നു, കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഏതാണ്? ഹൈപ്പോ ടെൻഷൻ ആണ്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, രക്തസമ്മർദ്ദം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഹൃദയം സങ്കോചിക്കുക, പൂർവ്വസ്ഥിതി പ്രാപിക്കുക. ആ സമയത്ത് നമ്മുടെ ധമനികളിൽ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയാ മർദ്ദമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അത് എന്താ പറയാ സിസ്റ്റോളിക് പ്രഷറും വരുന്നുണ്ട്, ഡയസ്റ്റോളിക് പ്രഷറും വരുന്നുണ്ട്. സങ്കോചിക്കുമ്പോൾ അത് സിസ്റ്റോളിക് പ്രഷർ ആണ്. അതുപോലെ തന്നെ പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ അതെന്താണ്? ഡയസ്റ്റോളിക് പ്രഷർ ആണ്. സിസ്റ്റോളിക് പ്രഷർ എത്രയാണ്? ആ സമയത്ത് മർദ്ദം എന്ന് പറയുമ്പോൾ 120 mmHg ആണ്. ഡയസ്റ്റോളിക് പ്രഷറിന്റെ സമയത്ത് 80 mmHg ആണ്. ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 120/80 mmHg. അതിൽ കൂടി കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ വരുന്നു, കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ഹൈപ്പോ ടെൻഷനും ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രഷർ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഡോക്ടേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ സിസ്റ്റർമാരുടെ കയ്യിലൊക്കെ ഉള്ളത് ഏതാണ്? ഈ പറയുന്ന സ്ഫിഗ്മോ മാനോമീറ്റർ ആണ്. എന്നാൽ നമുക്ക് വീട്ടിൽ നിന്ന് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സ്വയം പരിശോധിക്കാൻ പറ്റുന്ന ഒന്നുണ്ട് അല്ലെ. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നതും കൂടിയാണ് ഏത്? ഡിജിറ്റൽ BP അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അത് നമുക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തന്നെ കയ്യിൽ വെച്ച് കെട്ടിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രഷർ ഒക്കെ നോക്കാനായിട്ട് പറ്റും. അപ്പൊ സാധാരണ ഈ രണ്ട് ഉപകരണങ്ങളാണ് നമ്മുടെ രക്തസമ്മർദ്ദം നോക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? സ്ഫിഗ്മോ മാനോമീറ്ററും അതുപോലെ തന്നെ ഡിജിറ്റൽ BP അപ്പാരറ്റസും ആണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഏതാണ് ആ ദിവസം? സെപ്റ്റംബർ 29. എന്താ പ്രത്യേകത? ലോക ഹൃദയ ദിനമാണ്. അപ്പൊ ലോക ഹൃദയ ദിനം എന്ന് ചോദിച്ചാൽ അത് എന്താണ്? സെപ്റ്റംബർ 29 ആണ്. ലോക ഹൃദയ ദിനം എന്നാണ് സെപ്റ്റംബർ 29. ഓർത്ത് വെച്ചേക്കണം കേട്ടോ, പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ലോക ഹൃദയ ദിനം എന്നാണ്? സെപ്റ്റംബർ 29. സെപ്റ്റംബർ 29. ഹൃദയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. രോഗാവസ്ഥ നമ്മുടെ രക്തവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. അതായത് നമ്മൾ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി നമ്മുടെ ധമനി ഭിത്തിയിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? രക്തം കറക്റ്റ് ആയിട്ട് അവിടെ പോകില്ല അല്ലെ. ആ ഒരു ഇങ്ങനെ കൊഴുപ്പടിഞ്ഞു കൂടുന്ന ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരെന്താണ്? അതിരോസ്ക്ലിറോസിസ് എന്ന് പറയും. എന്താണ്? അതിരോസ്ക്ലിറോസിസ്. ഈ ഒരു രോഗാവസ്ഥ ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക? കൊറോണറി ധമനിയിൽ രക്തം കട്ട പിടിച്ചിട്ടില്ലേ, രക്തത്തിന് കറക്റ്റ് ആയിട്ട് അതിലൂടെ ഫ്ലോ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ കൊഴുപ്പ് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ രക്തത്തിന് അങ്ങനെ കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റാതെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? രക്തം കട്ട പിടിക്കും. ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരെന്താണ്? കൊറോണറി ത്രോംബോസിസ് അല്ലെ. ത്രോംബോസിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കട്ട പിടിക്കാന്ന് കിട്ടുമല്ലോ. അപ്പൊ കൊറോണറി, ഈ പറഞ്ഞ പോലെ തന്നെ കൊറോണറി ധമനിയിലാണ് ഇങ്ങനെ രക്തം കട്ട പിടിക്കുന്നത്. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് കൊറോണറി ത്രോംബോസിസ്. ഈ അവസ്ഥ എന്തിലോട്ടേക്ക് നയിക്കും? എന്തിലോട്ടേക്കായിരിക്കും? ഹൃദയാഘാതത്തിലോട്ടേക്ക് അല്ലെ. എങ്ങനെയാ ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത്? ഈ പറയുന്ന പോലെ തന്നെ രക്തത്തിന്റെ ഫ്ലോ അവിടെ കറക്റ്റ് നടക്കാതെ രക്തം അവിടെ കട്ട പിടിച്ച് നിന്നത് കൊണ്ട് എന്തിലോട്ടേക്ക് അല്ലെങ്കിൽ എന്ത് അവസ്ഥയിലോട്ടേക്ക് മാറുന്നുണ്ട്? ഈ പറയുന്ന പോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതത്തിലോട്ടേക്ക് മാറുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് വരുന്ന രക്തക്കുഴലിൽ ഉണ്ടാകുന്ന തടസ്സം, അതുപോലെ തന്നെ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ, അതിനെയൊക്കെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കുക.
ക്ലിയർ അല്ലേ? അതായത് നമ്മുടെ രക്തക്കുഴലിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പോലും നമുക്ക് വലിയ വലിയ രോഗാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മരണത്തിലോട്ടേക്കൊക്കെ കാരണമാകുന്ന കാരണങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് ലാസ്റ്റ് വൺ, നമ്മുടെ ഹൃദയ മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന്റെ കൂടെ അഡീഷണൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് എന്നാണെന്ന് ചോദിച്ചാല് 1967 ആരാണത് നടത്തിയത്? ക്രിസ്ത്യൻ ബെർണാഡ് ആണ്. ആരാണ്? ക്രിസ്ത്യൻ ബെർണാഡ്. ക്രിസ്ത്യൻ ബെർണാഡ് ആണ് ആദ്യമായിട്ട് ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. ഇനി ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പരീക്ഷയിൽ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ള ഏറ്റവും ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. അതിലൊന്നാമത്തേത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയായിട്ടുള്ള ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? കാർഡിയോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? കാർഡിയോളജി. അതുപോലെ തന്നെ നമ്മുടെ ഒരു മനുഷ്യ ഹൃദയത്തിന്റെ ഏകദേശ ഭാരം നോക്കിക്കഴിഞ്ഞാൽ എത്രയാ വരുന്നത്? 250 മുതൽ 300 ഗ്രാം വരെയാണ്. എത്രയാണ്? 250 മുതൽ 300 ഗ്രാം വരെയാണ് ഒരു മനുഷ്യ ഹൃദയത്തിന്റെ ഏകദേശ ഭാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, അർബുദം അഥവാ ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം ഏത് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഹൃദയമാണ്. അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഏതാണ്? ഹൃദയം. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മനുഷ്യരിൽ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഞാൻ പറഞ്ഞു, ലോകത്തിൽ ആദ്യമായിട്ട് ആരാണ്? ക്രിസ്ത്യൻ ബെർണാഡ് ആണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് മനുഷ്യനിൽ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ഡോക്ടർ വേണുഗോപാൽ ആണ്. ഓക്കെ, ഇനി കേരളത്തിലാണെങ്കിലോ അത് ജോസ് ചാക്കോ പെരിയപുരമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ജോസ് ചാക്കോ പെരിയപുരം. ഓക്കെ, ഇനി നമ്മൾ മുന്നേ പറഞ്ഞ ECG ഉണ്ട് അല്ലെ? ECG എന്ന് പറയുമ്പോൾ ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. അതാരാ കണ്ടെത്തിയത് എന്ന് നമ്മൾ പറയാൻ വിട്ടുപോയി. അതാരായിരുന്നു? വില്യം ഐന്തോവൻ ആണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വില്യം ഐന്തോവൻ ആണ് ECG കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ECG ആരാണ് കണ്ടെത്തിയിട്ടുള്ളത്? വില്യം ഐന്തോവൻ. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം ഏതാണെന്ന് ചോദിച്ചാൽ, കൃത്രിമമായിട്ട് ഘടിപ്പിച്ചിട്ടുള്ള ഹൃദയം ഏതാണത്? അതാണ് ജാർവിക് 7 എന്ന് പറയുന്നത്. ഏതാണ്? ജാർവിക് 7 ആണ്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം ഏതാണ്? ജാർവിക് 7 ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഹൃദയത്തെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് കാർഡിയോളജിയാണ്. മനുഷ്യ ഹൃദയത്തിന് ഏകദേശം 250 മുതൽ 300 ഗ്രാം വരെയാണ് അതിന്റെ ഒരു ഭാരം എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മനുഷ്യനിൽ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ വേണുഗോപാൽ ആണ്. ലോകത്തിലാണെങ്കിൽ ക്രിസ്ത്യൻ ബെർണാഡ് ആണ്. വർഷം 1967 ആണ്. കേരളത്തിൽ ആദ്യമായിട്ടാണെങ്കിൽ ജോസ് ചാക്കോ പെരിയപുരമാണ്. പിന്നെ ECG കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ വില്യം ഐന്തോവൻ ആണ്. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം എന്ന് പറയുന്നത് ഏതാണ്? ജാർവിക് 7 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ? നമ്മുടെ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നോക്കി വെച്ചേക്കാട്ടോ. ഇനി നമുക്ക് ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്, അതും കൂടി എടുക്കാൻ സമയമുണ്ടോ നോക്കട്ടെ. ഓക്കെ, 13 പേജ് ഉണ്ട്. ഓക്കെ, നമുക്കൊന്ന് വേഗത്തിൽ പോവാട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് നമ്മുടെ കണ്ണും ചെവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും എടുത്ത കാര്യങ്ങളെ നല്ല രീതിയിൽ ഒന്ന് പഠിച്ച് സെറ്റ് ആക്കുക. ഓക്കെ, ഇത്രയും എടുത്ത ഏകദേശം ഒരു മണിക്കൂറും 10 മിനിറ്റോളം ആയി. അപ്പൊ അത്രയും എടുത്ത കാര്യങ്ങൾ നമ്മുടെ രക്തവും രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത്രയും കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് സ്പീഡിൽ റിവൈസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗം കേൾക്കാം. അപ്പൊ നമുക്ക് നോക്കാം. കണ്ണ് അല്ലെ, കണ്ണുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതാണ് ഒരു കണ്ണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ആ PDF ഒന്ന് നോക്കി വെച്ചേക്കാം. ഇനി നമുക്ക് നേരെ നമ്മുടെ കണ്ണിലെ പാളികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. കണ്ണിലെ പാളികൾ എന്ന് പറയുമ്പം പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പാളികളാണ് നമ്മുടെ കണ്ണിലുള്ളത്. ഏതൊക്കെയാണ്? ഏറ്റവും പുറമെ കാണപ്പെടുന്ന ദൃഢപടലം, പിന്നെ അതിന്റെ സെൻട്രൽ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന രക്തപടലം, പിന്നെ ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ദൃഷ്ടിപടലം. ഇതാണ് നമ്മുടെ കണ്ണിലെ പാളികൾ എന്ന് പറയുന്നത്. ദൃഢപടലം, അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്ക്ലീറ എന്ന് പറയും. പരീക്ഷയിൽ ചോദിക്കട്ടോ, സ്ക്ലീറ എന്ന് പറയും. അപ്പം കൺഫ്യൂഷൻ ആകരുത്. സ്ക്ലീറ എന്ന് പറയുന്നത് എന്തിനെയാണ്? ദൃഢപടലത്തെയാണ്. പിന്നെ വരുന്ന മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഭാഗം അല്ലെ, നമ്മുടെ രക്തക്കുഴലുകളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? രക്തപടലത്തിലാണ്. പിന്നെ ഏറ്റവും ഉള്ളിലായിട്ട് നമ്മുടെ പ്രകാശഗ്രാഹി കോശങ്ങളൊക്കെ കാണപ്പെടുന്ന ഭാഗം, അതൊക്കെ എവിടെയാ വരുന്നത്? ദൃഷ്ടിപടലം അഥവാ റെറ്റിന എന്ന് പറയും. അതായത് ഇനി ചോദിക്കുകയാണ്, റെറ്റിന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. നമ്മുടെ കണ്ണിലെ ഏറ്റവും ഉള്ളിലുള്ള പാളിയെയാണ് റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം എന്നൊക്കെ പറയുന്നത്. ഏറ്റവും പുറമേയുള്ള പാളിയെ എന്താ വിളിച്ചത്? അത് ദൃഢപടലമാണ്. ഓക്കെ, ഏറ്റവും പുറമേയുള്ള പാളി ദൃഢപടലം അഥവാ സ്ക്ലീറ എന്ന് പറയും. നടുവത്തെ പാളിയാണെങ്കിൽ അത് രക്തപടലമാണ്. ഏറ്റവും ഉള്ളിലുള്ള പാളിയാണെങ്കിൽ അത് ദൃഷ്ടിപടലമാണ്. ഇനി നമ്മൾ മുന്നേ പറഞ്ഞ ദൃഢപടലം ഉണ്ടല്ലോ, സ്ക്ലീറ, അതിൽ വരുന്നതാണ് കോർണിയയും അതുപോലെ തന്നെ കൺജങ്ക്റ്റൈവയും.
കോർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പിക്ചറിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് നമ്മുടെ കണ്ണിന്റെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, കുറച്ചിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗം, അതാണ് കോർണിയ എന്ന് പറയുന്നത്. അതൊഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. അതായത് കോർണിയ എന്ന് പറയുമ്പോൾ ദൃഢപടലത്തിന്റെ മുൻഭാഗത്ത് സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ആ ഒരു ഭാഗം, അതിനെയാണ് കോർണിയ എന്ന് പറയുന്നത്. നമ്മുടെ പ്രകാശരശ്മികളൊക്കെ കണ്ണിലേക്ക് പ്രവേശിക്കുന്നത് ഏതിലൂടെയാണ്? ഈ പറയുന്ന കോർണിയ വഴിയാണ്. ഇനി ഈ പറഞ്ഞ കോർണിയ ഒഴികെയുള്ള ദൃഢപടലത്തിന്റെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദൃഢപടലത്തിന്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളെയും കൂടി ചേർന്നിട്ടാണ് കൺജങ്ക്റ്റീവ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കോർണിയയും കൺജങ്ക്റ്റീവയുമാണ് ദൃഢപടലത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ രക്തപടലമാണ് അല്ലെ, മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ് രക്തപടലം എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ഐറിസും അതിന്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന പ്യൂപ്പിളും. ഐറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കോർണിയ ഉണ്ടല്ലോ, അതിന്റെ പിൻഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന എന്താണ് ഐറിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് എന്താണ് ഒരു ഇരുണ്ട നിറമാണ്. അതിന് കാരണമായിട്ടുള്ളത് മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തുവാണ് കേട്ടോ. നമ്മൾ ഈ പറയുന്ന ഐറിസ് എന്ന് പറയുമ്പോൾ ഒരു ഇരുണ്ട നിറത്തിലാണ് കാണപ്പെടുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഇരുണ്ട നിറം കൊടുക്കാൻ കാരണമായിട്ടുള്ള വർണ്ണവസ്തു ഏതാണെന്ന് ചോദിച്ചാല് മെലാനിൻ ആണ് കേട്ടോ. ഈ ഐറിസിന് ഒരു ഇരുണ്ട നിറം കൊടുക്കാൻ കാരണമായിട്ടുള്ളത് മെലാനിൻ ആണ്. ഇനി ആ ഐറിസിനും ഉള്ളിലായിട്ട് കാണപ്പെടുന്നതാണ് ഏത്? പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പ്യൂപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഐറിസിന് ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ആ ഒരു സുഷിരമായിട്ട് കാണപ്പെടുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ പ്രകാശഗ്രാഹി കോശങ്ങളൊക്കെ കാണപ്പെടുന്ന നമ്മുടെ ദൃഷ്ടിപടലത്തിലോട്ട് പോകാം. അതിലാണ് പീതബിന്ദുവും അന്ധബിന്ദുവും ഒക്കെ ഉള്ളത്. അപ്പൊ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതൽ കാണപ്പെടുന്ന ഭാഗത്തെയാണ് നമ്മൾ പീതബിന്ദു എന്ന് പറയുന്നത്. ഇനി പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടാത്തൊരു ഭാഗമാണെങ്കിൽ അത് അന്ധബിന്ദു ആണ് കേട്ടോ. അവിടെ ജസ്റ്റ് അതൊന്ന് നോക്കി വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ അടങ്ങിയിട്ടുള്ള ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ. കോൺവെക്സ് ലെൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കാണപ്പെടുന്ന, അതായത് നമ്മുടെ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളുണ്ട്. ആ പേശികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സീലിയറി പേശികൾ എന്നാണ് കേട്ടോ. സീലിയറി പേശികളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ഇവിടെ നിന്ന് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് കണ്ണുനീർ ഗ്രന്ഥിയില് കാണപ്പെടുന്ന ഒരു എൻസൈം ഉണ്ട് അല്ലെ. ഏതാണത്? നമ്മുടെ കണ്ണുനീരിലൊക്കെ കാണപ്പെടുന്നത്, നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥിയൊക്കെ ഉത്പാദിപ്പിക്കുന്ന ഒരു എൻസൈം ഏതാണ്? ലൈസോസൈം ആണ്. നമ്മുടെ കണ്ണില് കലകൾക്കൊക്കെ പോഷണങ്ങൾ കൊടുക്കുന്നതും നമ്മുടെ കണ്ണിൽ വരുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ഈ പറയുന്ന ലൈസോസൈം ആണ്. അണുബാധകളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്നത്, നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കുന്നത് ഏത് തരം എൻസൈം ആണ്? നമ്മുടെ കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള ലൈസോസൈം. ഏതാണ്? ലൈസോസൈം. ലൈസോസൈം ആരാ ഉത്പാദിപ്പിക്കുന്നത്? കണ്ണുനീർ ഗ്രന്ഥികളാണ്. ഓക്കെ, അതൊന്നും അവിടെ ഓർത്ത് വെച്ചേക്കാം. ഇതൊക്കെ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ കോശങ്ങൾ അല്ലെ, അതായത് നമ്മുടെ ദൃഷ്ടിപടലത്തില്, അതായത് റെറ്റിന, നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന പാളി അല്ലെ, അതിനെയാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന എന്ന് പറഞ്ഞത്. അവിടെ കാണപ്പെടുന്ന പ്രകാശഗ്രാഹി കോശങ്ങളൊക്കെ അവിടെയാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു. ആ പ്രകാശഗ്രാഹി കോശങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, റോഡ് കോശങ്ങൾ എന്ന് പറഞ്ഞാല് വസ്തുക്കളെ ഇരുണ്ട വെളിച്ചത്തിലും കറുപ്പിലും വെളുപ്പിലും തിരിച്ചറിയാൻ സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണ്. എന്നാൽ തീവ്രപ്രകാശത്തിലെ കാഴ്ചയും വർണ്ണ കാഴ്ചയും ഒക്കെ സാധ്യമാക്കുന്നത് കോൺ കോശങ്ങളാണ്. അതായത് നമ്മളെ കണ്ണിൽ അടങ്ങിയിട്ടുള്ള രണ്ട് കോശങ്ങളാണ് റോഡ് കോശങ്ങളും അതുപോലെ തന്നെ കോൺ കോശങ്ങളും. നമ്മുടെ പ്രകാശഗ്രാഹി കോശങ്ങളാണ്. അതിൽ കറുപ്പ് നിറം, വെളുപ്പ് നിറം, അങ്ങനെയുള്ള ഇരുണ്ട വെളിച്ചത്തിലൊക്കെ നമുക്ക് ഇതിനൊക്കെ കാണാൻ സഹായിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഏതാണ്? ഈ റോഡ് കോശങ്ങൾ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ തീവ്രപ്രകാശത്തിലും അതുപോലെ തന്നെ നല്ല വർണ്ണ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സഹായിക്കുന്നത് ഏത് കോശം ഉള്ളത് കൊണ്ടാണ്? കോൺ കോശങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്ന കോശപാളികളാണ് ബൈപോളാർ കോശപാളിയും ഗാംഗ്ലിയോൺ കോശപാളികളും ട്ടോ. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് കണ്ണിലെ അറകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഇവിടുന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് നമ്മുടെ കണ്ണില് പ്രധാനമായിട്ടും രണ്ട് അറകളാണ് ഉള്ളത്. ഒന്നാമത്തേതാണ് അക്വസ് അറ എന്ന് പറയും. ഏതാണ്? അക്വസ് അറ. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്, നമുക്ക് ആ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ സ്പീഡ് കുറച്ച് കേൾക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് മെല്ലെ മെല്ലെ കേട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കണ്ണിലെ അറകളുമായി ബന്ധപ്പെട്ട് രണ്ട് അറകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? അക്വസ് അറയും വിട്രിയസ് അറയുമാണ്. അക്വസ് അറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചാല് നമ്മുടെ കണ്ണിലെ കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ കാണപ്പെടുന്ന അറയാണ് ഏത്? അക്വസ് അറ എന്ന് പറയുന്നത്. ആ അക്വസ് അറയിൽ കാണപ്പെടുന്ന ദ്രാവകമാണ് ഏത്? അക്വസ് ദ്രവം എന്ന് പറയുന്നത്. ഈ അക്വസ് ദ്രവത്തിന്റെ ഡ്യൂട്ടി ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ കണ്ണിന് വേണ്ട പോഷകവും ഓക്സിജനും ഒക്കെ നൽകുന്നത് ഈ പറഞ്ഞിട്ടുള്ള അക്വസ് ദ്രവമാണ്. ഓക്കെ, ഒന്നുമില്ല, നമ്മുടെ കണ്ണിലെ കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ കാണപ്പെടുന്ന ഒരു അറയാണ് അക്വസ് അറ എന്ന് പറയുന്നത്.
ഈ അക്വസ് അറയിൽ കാണപ്പെടുന്ന ദ്രാവകം ഏതാണെന്ന് ചോദിച്ചാൽ അക്വസ് ദ്രവമാണ്. അതിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ അതിന്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ണിൽ വേണ്ട പോഷകങ്ങളും അല്ലെങ്കിൽ ലെൻസിനും കോർണിയയ്ക്കും വേണ്ട പോഷകവും ഓക്സിജനും ഒക്കെ പ്രദാനം ചെയ്യുന്നത് ഈ ഒരു ദ്രവത്തിലൂടെയാണ്. ഇനി അടുത്തൊരു അറയുണ്ട്, നമ്മുടെ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള അറയാണ്. അതായത് മുന്നേ പറഞ്ഞത് കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് അക്വസ് അറ എന്ന് പറഞ്ഞു. അതിനുശേഷം വരുന്ന ലെൻസിനും പിന്നെ നമ്മുടെ റെറ്റിന അല്ലെ, ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന റെറ്റിന. അപ്പൊ ലെൻസിനും റെറ്റിനയ്ക്കും ഉള്ളിലായിട്ട് കാണപ്പെടുന്നതാണ് വിട്രിയസ് അറ എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലും ഒരു ദ്രവമുണ്ട്, അതാണ് വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. ഇതിന്റെ ഡ്യൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ ഒരു കണ്ണിന് ആ ഒരു ഷേപ്പ് കൊടുക്കുന്ന ആളാണ് ആര്, വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. അതായത് നേത്രഗോളത്തിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ്, ഈ പറഞ്ഞിട്ടുള്ള വിട്രിയസ് ദ്രവമാണ് കേട്ടോ. വിട്രിയസ് ദ്രവമാണ്. ഓക്കെ, ക്ലിയർ. പിന്നെ നമ്മളെ പീപ്പിളിനെ പറ്റി പറഞ്ഞു അല്ലെ, നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള ആ ഒരു എന്താണ് സുഷിരം പോലെ കാണപ്പെടുന്നതാണ്. അപ്പൊ നല്ല തീവ്രമായിട്ടുള്ള പ്രകാശമൊക്കെ വരുന്ന സമയത്ത് എന്താവും, ഈ ഒരു എന്ത് ചെയ്യും, നമ്മൾ സാധാരണ നമ്മളൊരു എന്താണ് തീവ്ര പ്രകാശമുള്ള സമയത്ത് നമ്മൾ കണ്ണിൽ നോക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് അല്ലെ, നമ്മുടെ കണ്ണൊന്ന് ചെറുതായിട്ട് ചുരുങ്ങിയ പോലെ തോന്നാറുണ്ട് അല്ലെ. അതായത് നമ്മുടെ പ്യൂപ്പിളിന്റെ വലിപ്പം എന്ത് ചെയ്യാണ്, കുറയാണ് ചെയ്യുന്നത്. എന്നാൽ നല്ല ഒരു എന്താ പറയാ മങ്ങിയ പ്രകാശമാണെന്ന് വിചാരിക്കുക. അതായത് മങ്ങിയ പ്രകാശത്തിലൊക്കെ നമ്മൾ എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ കണ്ണ് നല്ല തുറന്നിട്ടാണ് വായിക്കുക അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ഈ പറയുന്ന പീപ്പിള് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല വികസിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇതാണ് ആ ഒരു പിക്ചറിൽ കാണിക്കുന്നത് കേട്ടോ. തീവ്ര പ്രകാശത്തിലും ഒരു സാധാരണ പ്രകാശത്തിലും മങ്ങിയ പ്രകാശത്തിലും സംഭവിക്കുന്ന കാര്യം. ഒരു തീവ്ര പ്രകാശത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഇവിടെയുള്ള പേശികളൊക്കെ എന്താ സംഭവിക്കുന്നത്, സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. മങ്ങിയ പ്രകാശത്തിലാകുമ്പോൾ നമ്മൾ നല്ല കണ്ണ് തുറന്ന് നോക്കില്ല ചെയ്യുന്നത്, അപ്പൊ റേഡിയൽ കോശികൾ അവിടെ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ലെൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് നോക്കാം. അതായത് നമ്മുടെ ലെൻസിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളുണ്ട്. ഓക്കെ, ഏതൊക്കെയാണത്, ഇലാസ്തിക സ്വഭാവമുള്ള ക്യാപ്സ്യൂൾ എന്ന് പറയും. അതിനുള്ളിലായിട്ട് ലെൻസ് നാരുകളും ലെൻസ് നാരുകൾക്കും ക്യാപ്സ്യൂളിനും ഇടയിൽ മുൻഭാഗത്ത് മാത്രം കാണപ്പെടുന്ന എപ്പിത്തീലിയം എന്നിവ. ഇതാണ് നമ്മുടെ ലെൻസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്, ക്യാപ്സ്യൂള്, ലെൻസ് നാരുകള്, എപ്പിത്തീലിയം. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെയും ചോദിക്കാം, എപ്പിത്തീലിയം എന്ന് പറയുന്ന ഒരു ഭാഗം കാണപ്പെടുന്ന കണ്ണിലെ ഭാഗം ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഏതാണ്, ലെൻസ് ആണ്. അപ്പൊ ലെൻസിൽ കാണപ്പെടുന്ന പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ക്യാപ്സ്യൂള്, ലെൻസ് നാരുകള്, എപ്പിത്തീലിയം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ലെൻസിന്റെ മുഖ്യ നിർമ്മാണ ഘടകം ഏത് എന്ന് ചോദിച്ചാൽ അതെന്താണ്, ക്രിസ്റ്റലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം. ലെൻസിന്റെ മുഖ്യ നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് എന്താണ്, ക്രിസ്റ്റലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ്. ഓക്കെ, അവിടെ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തൊരു ഒരു എന്താ പറയാ കണ്ണിന്റെ ഒരു കഴിവിനെ പറ്റിയാണ് പറയുന്നത്. അതാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അടുത്തും അകലെയുമുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി പതിപ്പിക്കുന്ന കണ്ണിന്റെ ആ ഒരു കഴിവ്, അതിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പൊ അടുത്തുള്ള ഒരു വസ്തുവും അതുപോലെ തന്നെ അകലെയുള്ള ഒരു വസ്തുവും ഏതും ആയിക്കോട്ടെ, പ്രതിബിംബം അത് കൃത്യമായിട്ട് റെറ്റിനിൽ പതിപ്പിക്കുന്ന ആ ഒരു കണ്ണിന്റെ കഴിവിനെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്ന കോശങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോഡ് കോശങ്ങളുണ്ട്, കോൺ കോശങ്ങളുണ്ട് അല്ലെ. കോൺ കോശങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ വർണ്ണ നിറങ്ങൾക്കൊക്കെ കാണാൻ സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ്. അപ്പം ഈ പറഞ്ഞ കോൺ കോശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് 3 തരത്തിലുള്ള കോൺ കോശങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണത്, എസ് കോണുകള്, അതുപോലെ തന്നെ എം കോണുകള്, പിന്നെ വരുന്നത് ഏതാണ്, എൽ കോണുകൾ. എസ് കോണുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, നീല വെളിച്ചത്ത് കാണുന്നതാണ് കേട്ടോ. ഇതാണ് എസ് കോണുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്, പച്ച വെളിച്ചത്തിൽ കാണുന്നതാണ് ഏത്, എൽ കോണുകൾ എന്ന് പറയുന്നത്. ഇനി ചുവന്ന വെളിച്ചത്തിൽ കാണുന്നത് ഏതാണ്, അതാണ് എം കോണുകൾ എന്ന് പറയുന്നത്. മാറിപ്പോയോ, ഒറ്റ സെക്കൻഡ്. എസ് കോണുകൾ എന്ന് പറയുമ്പോൾ നീല വെളിച്ചം, എം കോണുകൾ എന്ന് പറയുന്നത് പച്ച വെളിച്ചം, സോറി എം കോണാണ് കേട്ടോ, എം കോണ്. ഇതാണ് എൽ കോണുകൾ എന്ന് പറയുന്നത്. എൽ കോണുകൾ എന്ന് പറയുന്നത് ഏതാണ്, ചുവന്ന വെളിച്ചത്തിൽ വരുന്നതാണ്. അപ്പൊ എസ് എന്ന് പറയുമ്പോൾ നീല നിറമാണ്, എം എന്ന് പറയുമ്പോൾ ഏതാണ്, പച്ച നിറമാണ്, എൽ എന്ന് പറയുമ്പോൾ റെഡ് നിറം. ഓക്കെ, ഇതാണ് നമ്മുടെ കോൺ കോശങ്ങൾ എന്ന് പറയുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇതിൽ തരംഗദൈർഘ്യം കൂടുതൽ ഏതാണ്, റെഡിനാണ് വരുന്നത് കേട്ടോ. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ വരുന്നത് റെഡ് ആണ് എന്നും കൂടി അവിടെ ഓർത്ത് വെക്കുക. അവിടെ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഇനി കണ്ണുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്.
കണ്ണുമായി ബന്ധപ്പെട്ട് കണ്ണിനെ കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ അതെന്താണ്? ഒഫ്താൽമോളജി ആണ് അല്ലെ. കണ്ണിനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ഒഫ്താൽമോളജി ആണ്. അതുപോലെ നമ്മുടെ കണ്ണിന് ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണ്? അത് ജീവകം എ ആണ് അല്ലെ. വിറ്റാമിൻ എ ആണ്. നമുക്കറിയാം വിറ്റാമിൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് ഏതാണ്? നമ്മുടെ ഇലക്കറികളിലൊക്കെ വിറ്റാമിൻ എ ആണ് ധാരാളമായിട്ടുള്ളത്. അതുകൊണ്ടാണ് കണ്ണിന്റെ നമ്മൾ പറയുന്നത് വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് പറയുന്നത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ഏതാ? ജീവകം എ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കണ്ണിലെ ലെൻസ് എന്ന് പറയുമ്പോൾ അതെന്താ? കോൺവെക്സ് ലെൻസ് ആണ്. കണ്ണിലെ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. അതുപോലെ തന്നെ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമായിട്ട് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ് ട്ടോ. അതായത് നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് കാണണമെങ്കിൽ ആ ഒരു വസ്തു ഏകദേശം എത്ര ദൂരത്ത് നിൽക്കണം? 25 സെന്റിമീറ്റർ ആ ഒരു അകലം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ കണ്ണിന്റെ വീക്ഷണ സ്ഥിരത അല്ലെ. ഒരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് എത്ര നേരം നമ്മുടെ തങ്ങി നിൽക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 1/16 സെക്കൻഡ് ആണ്. അതാണ് കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. അപ്പൊ കണ്ണിന്റെ വീക്ഷണ സ്ഥിരത എത്രയാണ്? 1/16 സെക്കൻഡ്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണെങ്കിലോ അത് 25 സെന്റിമീറ്റർ. കണ്ണിലെ ലെൻസ് ആണെങ്കിലോ അത് കോൺവെക്സ് ലെൻസ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. കണ്ണിനെ കുറിച്ചുള്ള പഠനമാണെങ്കിലോ അത് ഒഫ്താൽമോളജി ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഓക്കെ. ഇനി ഇവിടെ ഒരു ടേംസ് പറയുന്നുണ്ട്. ബൈനോക്കുലാർ ഫ്യൂഷൻ എന്ന് പറയും. ഓക്കെ. അതായത് നമ്മുടെ ഇപ്പം എന്താ പറയാ, രണ്ട് കണ്ണുകൾ നമുക്കുണ്ട് അല്ലെ. അപ്പൊ ഈ രണ്ട് കണ്ണുകൾ എന്ന് പറയുമ്പോൾ ഓരോ കണ്ണും വ്യത്യസ്ത കോണുകളിൽ നിന്നാണ് പ്രകാശത്തെ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ റെറ്റിനയിൽ അല്പം വ്യത്യസ്തമായ രണ്ട് പ്രതിബിംബങ്ങളായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പൊ ഇവയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് അതൊരൊറ്റ പിക്ചറിലായിട്ട് അല്ലെങ്കിൽ ഒറ്റ രീതിയിലായിട്ട് നമുക്ക് കാണാനൊക്കെ സഹായിക്കുന്നത് ആ ഒരു എന്താ പറയാ, ഈ ഒരു പിക്ചർ നമ്മുടെ എന്താ പറയാ നമ്മുടെ മസ്തിഷ്കത്തിലെ കേന്ദ്ര ഭാഗമായിട്ടുള്ള വിഷ്വൽ കോർട്ടക്സിലേക്ക് എത്തുന്നതുകൊണ്ടാണ് അത് കറക്റ്റ് ഒരു പിക്ചർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്താ? ബൈനോക്കുലർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് പിക്ചറുകൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? താരതമ്യം ചെയ്തുകൊണ്ട് ഒറ്റൊന്നായിട്ട് ലയിപ്പിച്ചും കൊണ്ട് ആ ഒരു എന്താ പറയാ കാഴ്ച നമുക്ക് സാധ്യമാക്കുന്ന ആ ഒരു പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് എന്താ? ബൈനോക്കുലർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോ രണ്ട് കണ്ണുണ്ടല്ലോ. രണ്ട് കണ്ണിലൂടെ ഒരു വസ്തുവിനെ കാണുന്ന സമയത്ത് രണ്ട് പിക്ചർ ആയിട്ടല്ലേ നമുക്ക് തോന്നേണ്ടത്. അപ്പൊ അതിനെ ലയിപ്പിച്ചും കൊണ്ട് അതൊക്കെ നമ്മുടെ മസ്തിഷ്കത്തിലെ കേന്ദ്ര ഭാഗമായിട്ടുള്ള വിഷ്വൽ കോർട്ടക്സിലേക്കാണ് അത് എത്തുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ രണ്ട് പിക്ചറുകളിൽ ലയിപ്പിച്ചും കൊണ്ട് ഒരൊറ്റ പിക്ചർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ബൈനോക്കുലർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ ഓരോ പിക്ചറും നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നത് ട്ടോ. അതാണ് അവിടെ പറയുന്നത്. ഇനി അടുത്തത് ലോക കാഴ്ച ദിനം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയിൽ ചോദിക്കാം. ലോക കാഴ്ച ദിനം എന്നാണെന്ന് ചോദിച്ചാല് ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ച. ഓക്കെ, ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ലോക കാഴ്ച ദിനമായിട്ട് പറയുന്നത്. എന്നാണ് ലോക കാഴ്ച ദിനമായിട്ട് പറയുന്നത്? ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണെന്ന് ഓർത്തു വെച്ചേക്കാം. അതുപോലെ തന്നെ ഈ കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് സ്വയം ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് ഉണ്ട്. അതേതാണ്? WHO ഐസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ആണ് ട്ടോ. അത് നമുക്ക് 8 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും? സ്വയം നമ്മുടെ കാഴ്ച പരിശോധിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഏതാണ് ആപ്പ് എന്ന് ഓർത്ത് വെച്ചേക്കുക. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെതാണ്. WHO ഐസ് എന്ന് പറയുന്ന ആ ഒരു ആപ്പ് ആണ്. അപ്പൊ 8 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു കാഴ്ച പരിശോധന നടത്താവുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ ഇപ്പം സാധാരണ നമ്മളെ കണ്ണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ കണ്ണു ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് നമ്മളോട് ചില കാര്യങ്ങളിലെ വായിക്കാനായിട്ട് പറയും. അപ്പൊ അങ്ങനെ വായിക്കുന്ന ആ ഒരു ചാർട്ടിനെ വിളിക്കുന്ന പേരെന്താണ്? അതിനെയാണ് സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത് ട്ടോ. എന്താണ്? സ്നെല്ലൻ ചാർട്ട് എന്ന് പറയും. ഈ സ്നെല്ലൻ ചാർട്ട് നമ്മൾ എത്ര ദൂരത്തിൽ നിന്നാണ് വായിക്കേണ്ടത് എന്ന് ചോദിച്ചാല് എത്രയാണ്? 20 അടിയാണ് ട്ടോ. 20 അടി അകലെ നിന്ന് വേണം ഇത് എന്ത് ചെയ്യാനായിട്ട്? വായിക്കാനായിട്ട്. അപ്പൊ ഇത് ചാർട്ടിന്റെ പേര് ഓർത്ത് വെച്ചേക്കുക. സ്നെല്ലൻ ചാർട്ട് ആണ്. ഇനി നമ്മൾ ഈ പറയുന്ന അന്ധരെയൊക്കെ ഇങ്ങനെ കണ്ണ് കാണാത്ത ആളുകളെയൊക്കെ അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് പരീക്ഷയിൽ വന്നതാണ് ട്ടോ. സാധാരണ എന്തൊക്കെയാണ്? ബ്രെയിൻ ലിപി ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ വൈറ്റ് കെയിൻ ഉണ്ട്, ടാക്ടൈൽ വാച്ച് ഉണ്ട്, ടോക്കിംഗ് വാച്ച് ഉണ്ട്. അപ്പൊ വൈറ്റ് കെയിനിലെ അവരെ നടക്കാനായിട്ട് സഹായിക്കുന്നതാണ് വൈറ്റ് കെയിൻ. അതുപോലെ തന്നെ ബ്രെയിൻ ലിപി അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അതുപോലെ തന്നെ ടാക്ടൈൽ വാച്ചും ടോക്കിംഗ് വാച്ചും ഇതൊക്കെയാണ് അന്ധരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് നേത്ര രോഗങ്ങളും അതിന്റെ കാരണങ്ങളും ഒക്കെയാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അതിലൊന്നാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. ഹ്രസ്വദൃഷ്ടിയുണ്ട്, ദീർഘദൃഷ്ടിയുണ്ട് അല്ലെ. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഹ്രസ്വം എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ചെറുതിലെ അല്ലെങ്കിൽ അടുത്ത് എന്നൊക്കെ ഒരു അർത്ഥത്തിലാണ് വരുന്നത്.
ദീർഘം എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്തിലാണ്. അപ്പൊ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്തുള്ളതേ കാണാനായിട്ട് സാധിക്കും അല്ലെ. ഹ്രസ്വം എന്ന് പറയുമ്പോൾ അടുത്തുള്ളതാണ്, അതിനെ ദൃഷ്ടിയിൽ നമുക്ക് പതിക്കാൻ പറ്റും. എന്നാൽ ദൂരെയുള്ളത് കാണാനായിട്ട് പറ്റൂല. ആ ഒരു അവസ്ഥയാണ് എന്താ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ നേത്രഗോളങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ദൈർഘ്യമുള്ള നേത്രഗോളങ്ങളായിരിക്കും. അപ്പൊ ഹ്രസ്വദൃഷ്ടിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നേത്രഗോളം എങ്ങനെയാണ്? ദൈർഘ്യമേറിയിട്ടുള്ള നേത്രഗോളമായിരിക്കും. ഇനി ദീർഘദൃഷ്ടി നോക്കിക്കഴിഞ്ഞാൽ, ദീർഘദൃഷ്ടി എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ്? ദീർഘം അല്ലെങ്കിൽ ദൂരത്തുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും, അടുത്തുള്ളത് കാണാൻ സാധിക്കുകയില്ല. അപ്പൊ അതിന്റെ ഒരു പ്രധാന കാരണം എന്തായിരിക്കും? നമ്മുടെ നേത്രഗോളം ചെറുതായിരിക്കും. ഓക്കെ, ഈ ഒരു വ്യത്യാസമാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുമ്പം അല്ലെ, ഹ്രസ്വഭാഗത്തുള്ളത് കാണാനായിട്ട് സാധിക്കുക, അതായത് അടുത്തുള്ളത് കാണാം, ദൂരെയുള്ളത് കാണാനായിട്ട് സാധിക്കൂല. അതിന്റെ കാരണം എന്താണ്? നമ്മുടെ നേത്രഗോളത്തിന്റെ ദൈർഘ്യമാണ്. ദൈർഘ്യം കൂടുതലുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി ദീർഘദൃഷ്ടി എന്ന് പറയുമ്പോൾ ദൂരെയുള്ളത് കാണാം, പക്ഷെ അടുത്തുള്ളത് കാണാനായിട്ട് സാധിക്കില്ല. അവിടെ എന്താ? നേത്രഗോളം ചെറുതായിരിക്കും. ഇനി ഹ്രസ്വദൃഷ്ടിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് ലെൻസ് ആയിരിക്കും സജസ്റ്റ് ചെയ്യാം? ഏതായിരിക്കും? കോൺകേവ് ലെൻസ് ആയിരിക്കും ട്ടോ, അല്ലെങ്കിൽ കോൺടാക്ട് ലെൻസ് ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. കോൺകേവ് അല്ലെങ്കിൽ കോൺടാക്ട് ലെൻസ് ആണ് ഉപയോഗിക്കാറുള്ളത്. ദീർഘദൃഷ്ടിയുള്ള ആളുകൾ ഉപയോഗിക്കേണ്ട ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഓക്കെ, ദീർഘദൃഷ്ടിയുള്ള ആൾ ഉപയോഗിക്കേണ്ട ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഇനി മറ്റൊരു രോഗാവസ്ഥയാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയും. അതായത് നമ്മുടെ കോർണിയ ക്രമരഹിതമായിട്ടുള്ള ആകൃതി, കോർണിയയ്ക്കുള്ള ഒരു ക്രമരഹിതമായിട്ടുള്ള ആകൃതി. ഓക്കെ, അതായത് കോർണിയയുടെ ഒരു ക്രമരഹിതമായ ആകൃതി മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഏത്? അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. ഈ അസ്റ്റിഗ്മാറ്റിസം ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ സിലിണ്ടറിക്കൽ ലെൻസ് ആണ് ട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. അസ്റ്റിഗ്മാറ്റിസം ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്ന ലെൻസ് ചോദിച്ചാൽ അതേതാണ്? സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. ഇനി നമ്മുടെ നേത്ര ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരെന്താണ്? അതിനെയാണ് തിമിരം എന്ന് പറയുന്നത്. എന്താണ് തിമിരം? നേത്ര ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത് അല്ലെ. തിമിരത്തിനൊക്കെ എന്താണ്? ശസ്ത്രക്രിയയാണ് ഉള്ളത്. അപ്പൊ നേത്ര ലെൻസ് അതാര്യമായി മാറുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് തിമിരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അക്വസ് ദ്രവം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അക്വസ് ദ്രവം നമ്മുടെ കണ്ണിന് വേണ്ട പോഷകങ്ങളും ഓക്സിജൻ ഒക്കെ കൊടുക്കുന്നത് ആരാണ്? അക്വസ് ദ്രവമാണ്. ഈ അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം തടസ്സപ്പെടുന്നത് വഴി മർദ്ദം കൂടി നേത്രനാഡി തകരാറിലാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഗ്ലോക്കോമ എന്ന് പറഞ്ഞാല്? അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം തടസ്സപ്പെട്ട് ഈ പറയുന്ന പോലെ മർദ്ദം കൂടിയിട്ട് നേത്രനാഡി തകരാറിലാകുന്ന അവസ്ഥയാണ്. അതാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അതിനാവശ്യമായിട്ടുള്ള മരുന്നായിട്ടും ചികിത്സയായിട്ടും ഒക്കെ കൊടുക്കാറുണ്ട്. ഇനി നമ്മുടെ നേത്രാവരണത്തിൽ ഉണ്ടാകുന്ന അണുബാധയാണ് ഏത്? ചെങ്കണ്ണ് എന്ന് പറയുന്നത് അല്ലെ. ചെങ്കണ്ണ് സ്വാഭാവികമായിട്ടും ചൂട് കാലങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ചെങ്കണ്ണ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ നേത്രാവരണത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധ കൂടിയിട്ടാണ് ഈ രീതിയിലുള്ള ചെങ്കണ്ണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രമേഹം നിയന്ത്രണ വിധേയമല്ലാതാവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഏത്? ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. എന്താണ്? പ്രമേഹം നിയന്ത്രണ വിധേയമല്ലാത്ത അവസ്ഥ. ആ അവസ്ഥയിലൂടെ ഉണ്ടാകുന്ന ഒരു കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് നിശാന്തതയും സീറോഫ്താൽമിയയും. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ണുമായി ബന്ധപ്പെട്ട്, കണ്ണിന്റെ രോഗവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. അതായത് വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഏത്? നിശാന്തതയും അതുപോലെ തന്നെ സീറോഫ്താൽമിയയും. ഈ സീറോഫ്താൽമിയ എന്ന് പറയുമ്പോൾ ഒരുപാട് കാലം ഇങ്ങനെ വിറ്റാമിൻ എയുടെ അഭാവം മൂലം എന്താ സംഭവിക്കുക? നമ്മുടെ കോർണിയ അതാര്യമായിട്ട് മാറും. ആ ഒരു അവസ്ഥയാണ് സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. അപ്പൊ നിശാന്തത കൂടി കൂടി അത് എന്തായിട്ട് മാറും? സീറോഫ്താൽമിയ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് വിറ്റാമിൻ എ ആണ് നമ്മുടെ കണ്ണിന് ആവശ്യമായിട്ടുള്ള ജീവകം എന്ന് പറയുന്നത്. അതിന്റെ അഭാവം കാരണം അത് കിട്ടാതായി കഴിഞ്ഞാൽ കണ്ണ് എന്താവും? എന്തിലോട്ടേക്ക് മാറും? നിശാന്തതയിലോട്ടേക്ക് മാറും. അപ്പൊ അത് പിന്നെ കുറെ കാലം ഇങ്ങനെ വിറ്റാമിൻ എന്റെ അഭാവം ആയി കഴിഞ്ഞാൽ പിന്നെ അത് എന്തായി മാറും? കണ്ണിന്റെ കോർണിയൊക്കെ അതാര്യമായിട്ട് മാറും. അത് ഏത് രോഗാവസ്ഥയിലോട്ടേക്ക് എത്തിക്കും? സീറോഫ്താൽമിയ എന്ന് പറയുന്ന രോഗാവസ്ഥയിലോട്ടേക്ക് എത്തിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാട്ടോ. ഇതൊക്കെ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന നേത്ര രോഗങ്ങളാണ്. റിപ്പീറ്റ് ചെയ്ത് കേൾക്കട്ടോ. വീണ്ടും പറയുന്നില്ല, നമുക്ക് കുറച്ചും കൂടി പോർഷൻസ് എടുക്കാനുണ്ട്. ഇനിയോ കുറച്ചും കൂടി കാര്യങ്ങൾ കൂടി ഉള്ളൂ ട്ടോ. ലാസ്റ്റ് പോർഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ കേൾവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ ചെവിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചോദ്യങ്ങൾ വരാറില്ലെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ചോദ്യം ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ട്ടോ. അപ്പൊ ചെവിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ചെവിക്ക് 3 എന്താ പറയാ ഭാഗങ്ങളുണ്ട്. ഏറ്റവും പുറമെ കാണപ്പെടുന്ന ബാഹ്യ കർണം അല്ലെ. കർണം എന്ന് പറഞ്ഞാൽ എന്താ? ചെവിയാണ്. ബാഹ്യ കർണം ഉണ്ട്, പിന്നെ സെൻട്രൽ ഭാഗത്ത് ഒരു മധ്യകർണം ഉണ്ട്, ആന്തരകർണം ഉണ്ട്. നമ്മൾ കണ്ണ് പഠിച്ച പോലെ തന്നെ 3 പാളികൾ പോലെ തന്നെയാണ് നമ്മുടെ ചെവിയിലുള്ളത്. ഏറ്റവും പുറമെ കാണപ്പെടുന്ന ബാഹ്യകർണം, പിന്നെ സെൻട്രൽ ആയിട്ട് വരുന്ന മധ്യകർണം, പിന്നെ ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന ആന്തരകർണം. ഓക്കെ, അയ്യോ ഓക്കെ.
അതില് ബാഹ്യകർണം അല്ലെ നമുക്ക് ഇവിടെ ഒക്കെ കാണാനായിട്ട് സാധിക്കുന്ന ഈ ഒരു ഭാഗം അതാണ് ബാഹ്യകർണം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ ചെവിക്കുട, കർണനാളം, കർണപടം ഇതൊക്കെ കാണപ്പെടുന്നത് അല്ലെ. ഏറ്റവും പുറമെ കാണപ്പെടുന്ന ആ ഒരു ഭാഗം ചെവിക്കുടയാണ്. ശബ്ദ തരംഗങ്ങളൊക്കെ ഉള്ളിലോട്ടേക്കൊക്കെ കടത്തിവിടുന്നത് ഈ ഒരു ചെവിക്കുടയിലൂടെയാണ് അല്ലെ. ഇവിടെ ഒന്നും ചോദ്യങ്ങൾ വരൂല, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ചെവിക്കുടയും കർണനാളവും കർണപടവും ഒക്കെ എന്താ, ബാഹ്യകർണത്തിന്റെ ഭാഗമാണ്. ഇനി മധ്യകർണത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് ഇവിടെ നിന്നാണ് ചോദ്യം വരിക. മധ്യകർണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് നമുക്ക് അറിയാം അല്ലെ, നമ്മുടെ മനുഷ്യരിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ഏത്, സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ മാലിയസും ഇൻകസും സ്റ്റേപ്പിസും ഒക്കെ എവിടെയാ കാണപ്പെടുന്നത്, നമ്മുടെ ചെവിയുടെ മധ്യഭാഗത്തായിട്ടാണ്. മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ് ഏത്, മാലിയസും ഇൻകസും സ്റ്റേപ്പിസും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഏത്, യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയുന്നത്. അതും പഠിച്ചു വെച്ചേക്കുക. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്, യൂസ്റ്റേഷ്യൻ നാളിയാണ്. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്നത് അല്ലെ, നമ്മുടെ ആന്തരകർണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഏതൊക്കെയാണ് വരുന്നത്, വെസ്റ്റിബുലാറും അർദ്ധവൃത്താകാര കുഴലുകളും അതുപോലെ തന്നെ പിന്നെ വെസ്റ്റിബ്യൂളും നമ്മൾ പറഞ്ഞു, കോക്ലിയ, ഇത്രയൊക്കെയാണ് ഈ പറഞ്ഞ ആന്തരകർണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്ന ദ്രവങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എൻഡോം ലിംഫും ഉണ്ട്, അതുപോലെ തന്നെ പെരിലിംഫും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്ത് വെക്കുക, അർദ്ധവൃത്താകാര കുഴലുകള്, വെസ്റ്റിബ്യൂള്, കോക്ലിയ ഇതൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത്, ആന്തരകർണത്തിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ കോക്ലിയയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ഷേപ്പ് എന്താണ്, ഒച്ചിന്റെ ആകൃതിയാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഒരു ഒച്ചിന്റെ ഷേപ്പിലാണ് ഏത് കാണപ്പെടുന്നത്, കോക്ലിയ കാണപ്പെടുന്നത്. ഓക്കെ, ഇതിന് 3 അറകൾ ഉണ്ടായിരിക്കും കേട്ടോ. ഈ കോക്ലിയയ്ക്ക് 3 അറകൾ ഉണ്ടായിരിക്കും. അതും കൂടി അവിടെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ കാര്യങ്ങള്. അപ്പൊ ഇത്രയും എടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത്രയും എടുത്ത കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. നോട്ടൊക്കെ നല്ല രീതിയിൽ റിവിഷൻ നടത്തുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.